ومن يتق الله يجعل له مخرجا ويرزقه من حيث لا يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا. السلام عليكم ورحمة الله وبركاته. പടച്ച തമ്പുരാൻ നമ്മിൽ നിന്നും വന്നുപോയിരിക്കുന്ന എല്ലാവിധ പാകപ്പിഴവുകളും പോരായ്മകളും പരിഹരിച്ചു തരുമാറാകട്ടെ. എല്ലാവിധ തെറ്റുകുറ്റങ്ങളും അള്ളാഹു അവൻ്റെ മഗ്ഫിറത്തിൻ്റെ വിശാലത കൊണ്ട് നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ച് കൂടുതൽ അറിയാനും അറിഞ്ഞതനുസരിച്ച് ജീവിക്കാനും അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബങ്ങളിൽ അള്ളാഹു സന്തോഷവും ബറക്കത്തും ചൊരിച്ചു തരുമാറാകട്ടെ. മരണപ്പെട്ടവരുടെ പരലോകം അള്ളാഹു സുഖകരമാക്കി കൊടുക്കുമാറാകട്ടെ. ഏതാനും ആഴ്ചകളായി ധൂർത്തും പ്രത്യാഘാതങ്ങളും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. ധൂർത്തുകൊണ്ട് ധനം മാത്രമല്ല നശിക്കുക, വിലമതിക്കാനാകാത്ത നമ്മുടെ അഭിമാനവും മാനവും തകർന്ന് തരിപ്പണമാകും. അതുവഴി ഇരുലോകത്തിൻ്റെയും നാശത്തിന് അത് ഹേതുവാകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏതൊരു കാരണത്താലായാലും തകർന്ന് തരിപ്പണമായ മനുഷ്യരെ, എല്ലാ നിലയിലും പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിച്ച് ജീവിതത്തിലേക്ക് നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പരിശ്രമിക്കുകയാണ് നാം ഒക്കെ വേണ്ടത്. ദുരന്തങ്ങളിൽപ്പെട്ട പ്രയാസങ്ങളിൽപ്പെട്ട ആളുകളെ വീണ്ടും പീഡിപ്പിച്ച് അവരെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥയിലേക്ക് ചെന്നെത്തിക്കുന്നത് നാം ഏവരും ശ്രദ്ധിക്കണം. ജീവിതം ക്ലേശകരമായ ആളുകളെ സഹായിക്കുന്നവരാണ് പാരത്രിക ലോകത്ത് സിറാത്തിലൂടെ മുന്നേറുന്നതെന്ന് ഖുർആൻ ഉദ്ധരിച്ച് കഴിഞ്ഞയാഴ്ച നിങ്ങളെ ഉണർത്തിയതാണ്. അതുകൊണ്ട് തന്നെ പ്രയാസം അനുഭവിക്കുന്നവരെ വീണ്ടും മാനസികമായി പീഡിപ്പിക്കുന്ന പ്രവണത വിശ്വാസിക്ക് ഭൂഷണമല്ല. വീഴാൻ പോകുന്ന ആളെ ഒന്നൊരു തള്ളും കൊടുത്തു എന്ന് പറയുന്ന ചൊല്ലിലുള്ളത് പോലെ, വീഴാൻ പോകുന്ന ആളെ ഒരു ഉന്തുകൂടെ കൊടുത്തു എന്ന് പറയുന്നത് പോലെ, വളരെ ബുദ്ധിമുട്ടുന്ന പ്രയാസപ്പെടുന്ന ആളുകളെ പ്രയാസപ്പെടുത്തുന്ന ഒരു പ്രവണതയും പെരുമാറ്റവും സമീപനവും നമ്മിൽ നിന്നുണ്ടായിക്കൂടാ. ഞാൻ ഓർത്തുപോകുന്നു ഇത് പറയുമ്പോൾ, ഞങ്ങളുടെ നാട്ടിൽ മലപ്പുറം ടൗണിൽ ഒരു പൊതുപ്രവർത്തകനായ നല്ല മനുഷ്യൻ, അദ്ദേഹം ഷെയർ ബിസിനസ് തുടങ്ങി. അങ്ങനെ ധാരാളം ലക്ഷങ്ങൾ കയ്യിലെത്തി, കോടികളായി മാറി, എടുത്താൽ പൊങ്ങാത്ത അത്ര പണമുണ്ടായി. അദ്ദേഹം ആശുപത്രികളും തുണിക്കടകളും അങ്ങനെ ഒരുപാട് വ്യവസായ സംരംഭങ്ങൾക്ക് തുടക്കം കുറിച്ചു. കൂടെ കൂടി പണം മുടക്കിയ ആളുകളോട് കച്ചവടം നടക്കുമ്പോൾ ലാഭവിഹിതത്തിന്റെ അതെത്രയാണെങ്കിലും അത്ര തരുമെന്ന് പറഞ്ഞുറപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസത്തിലും പണം മുടക്കിയ ആളുകൾ അദ്ദേഹത്തിന്റെ ഓഫീസിൽ വരികയും ലാഭവിഹിതം കൈപ്പറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഏതിനും ഒരു പരിധി വേണമെന്ന് നേരത്തെ നാം പറഞ്ഞല്ലോ, ബിസിനസ്സിലും അത് വേണം. കോടികൾ കൊണ്ട് കച്ചവടം ബിസിനസ് നടത്തിയ അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെയുള്ള ലാഭം ഒരു സുപ്രഭാതത്തിൽ ഇല്ലാതെയായിപ്പോയി. ഉദ്ദേശിച്ചതുപോലെ ലാഭം കിട്ടാനില്ല. പണം മുടക്കിയ ആളുകൾ അവരുടെ ലാഭവിഹിതം അന്വേഷിച്ചുകൊണ്ട് ഓഫീസിലെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കാര്യം കുറച്ച് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇപ്പൊ കുറച്ച് നഷ്ടത്തിലാണ്, അതുകൊണ്ട് നഷ്ടത്തിലും നിങ്ങൾ പങ്കുചേരണമെന്ന് അവരോട് പറഞ്ഞപ്പോൾ അവർ രംഗം വഷളാക്കുകയും മറ്റുള്ള ആളുകളെ കൂടി ആ വിവരം അറിയിക്കുകയും എല്ലാ ആളുകളും വന്ന് ഇദ്ദേഹത്തെ ശല്യം ചെയ്യാൻ തുടങ്ങി. എല്ലാവരോടും നിസ്സഹായനായി അദ്ദേഹം പറഞ്ഞു, ഇൻഷാ അല്ലാഹ് ബിസിനസ് പുരോഗതി പ്രാപിച്ചാൽ നിങ്ങൾ ആവശ്യപ്പെടുന്ന പ്രതീക്ഷിച്ച ലാഭം കിട്ടും. ഇപ്പോൾ അത് തരാൻ നിർവാഹമില്ല. പക്ഷെ എന്ത് പറഞ്ഞിട്ടെന്താ, അദ്ദേഹത്തിന് ഇരിക്കപ്പൊറുതി കൊടുക്കാതെ, അദ്ദേഹത്തിനൊരു സമാധാനവും കൊടുക്കാതെ നിരന്തരം പീഡനമായപ്പോ ഒരു ദിവസം അദ്ദേഹം
സുബഹി നമസ്കരിക്കാൻ പള്ളിയിൽ ജമാഅത്തായി നമസ്കരിക്കാൻ പള്ളിയിൽ ഉണ്ടായിരുന്നു. സുബഹി നമസ്കാരം കഴിഞ്ഞ് കൊണ്ടോട്ടി പട്ടണത്തിലെ ഒരു ലോഡ്ജിൽ ഒരു മുറിയെടുത്ത് നേരം പുലർന്നപ്പോൾ നാട്ടുകാർ കണ്ടത് കയറിൽ തൂങ്ങിക്കിടക്കുന്ന അദ്ദേഹത്തിന്റെ നിശ്ചലമായ ശരീരമായിരുന്നു. അറിഞ്ഞവർ മൂക്കത്ത് വിരൽ വെച്ചുപോയി. അദ്ദേഹം അങ്ങനെ ചെയ്തോ? കൃത്യമായി നമസ്കരിക്കുന്ന പാവങ്ങളെ സഹായിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായ മനുഷ്യൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നടന്ന ഈ സംഭവം ഒരുപക്ഷെ നിങ്ങൾ പത്രത്തിലൂടെയൊക്കെ വായിച്ചു കാണും. ഈ ഒരു ദുരവസ്ഥ, ഈ ഒരു ദുരന്തത്തിന്റെ പിന്നിൽ അദ്ദേഹം മാത്രമല്ല ഉത്തരവാദി. അദ്ദേഹത്തിനെ ഇതിന് പ്രേരിപ്പിച്ച ഒരുപാട് മുസ്ലിങ്ങൾ എനിക്കറിയാം. എന്റെ പരിചയക്കാരായ ആളുകളും അവിടെ ചെന്ന് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. ഉള്ള കാര്യം പറഞ്ഞിട്ടും അദ്ദേഹത്തെ നിരന്തരം പീഡിപ്പിച്ചപ്പോ പിടിച്ചു നിൽക്കാനാകാതെ അദ്ദേഹത്തിന്റെ മാനാഭിമാനം തകർന്ന് തരിപ്പണമായി. ഗത്യന്തരമില്ലാതെ അദ്ദേഹം പ്രയോഗിച്ച ഒരു കടുത്ത കൈയായിരുന്നു അത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആളുകൾ സമൂഹത്തിൽ എവിടെയും ഉണ്ടാകും. കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ പരിശോധിച്ചാൽ നമുക്കറിയാം, ഓരോ ദിവസവും എത്രയെത്ര ആത്മഹത്യകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുടുംബം കൂട്ടായി കുഞ്ഞുങ്ങളോടൊപ്പം ആത്മഹത്യ ചെയ്തു, അല്ലെങ്കിൽ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങൾക്ക് വിഷം നൽകി ഭാര്യയെ അടിച്ചുകൊന്ന് കുടുംബനാഥൻ തൂങ്ങി മരിച്ചു. ഈ വാർത്തയ്ക്ക് ഇന്നൊരു പ്രാധാന്യമില്ല. ആ വാർത്ത കണ്ടാൽ നമുക്കാർക്കും അത്ഭുതം തോന്നാറുമില്ല. ആ ഒരു അവസ്ഥയിലാണ് ഇന്ന് കേരളം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സാക്ഷര കേരളം. ഇവിടെയാണ് ഇസ്ലാം പരിശുദ്ധ ഖുർആൻ ഈ വിഷയകമായി സമൂഹത്തെ ബോധവൽക്കരിച്ച ഭാഗം നാം മനസ്സിലാക്കേണ്ടത്. എന്താ? ഇങ്ങനെ ഒരു ദുരവസ്ഥയിൽ ഒരാൾ എത്തുകയാണെങ്കിൽ അദ്ദേഹത്തെ കൈപിടിച്ചുകൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരേണ്ട ബാധ്യത മുസ്ലിം സമൂഹത്തിനുണ്ട്. നീ നശിക്കൂ, നിന്റെ ദുശ്ചെയ്തികൾ കൊണ്ടല്ലേ ഈ ഒരു ദുരവസ്ഥ വന്നത്, നീ നശിച്ചോ? പാടില്ല. ആ ഒരു ചിന്ത പാടില്ല. ആ ചിന്തയോടെയുള്ള പ്രവർത്തനവും പാടില്ല. ഇനി അങ്ങനെ ഒരാൾ അത്തരം ദുരവസ്ഥയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ, ദുരന്തങ്ങളിൽ വീണ് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ആളുകൾ, ആ ക്ലേശം അനുഭവിക്കുന്ന ആളുകൾ, പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ജീവിതം അവസാനിപ്പിക്കാനും പാടില്ല. അത് ഒന്നിനും ഒരു പരിഹാരമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ സംഭവത്തിലെ സഹോദരൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിന് രക്ഷയുണ്ടോ? മരിച്ചു ചെന്നാൽ എന്താണ് അവിടെ ഉള്ളത്? ഇൻഷാ അല്ലാഹ് നമുക്ക് പറയാം. എന്നാൽ ഈ വലിയ ബാധ്യതയുടെ കുഴി ഇവിടെ ഇട്ടേച്ചുകൊണ്ട് അദ്ദേഹം മരിച്ചു പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ നിരാലംബരായ മക്കളും ഭാര്യയും എന്ത് ചെയ്യും? ഇന്ന് ഈ ഷെയറിന്റെ ഉടമകളൊക്കെ, ഈ പണം മുടക്കിയ ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലാണ് എന്നാണ് പുതിയ വാർത്ത. അപ്പോ ആത്മഹത്യ എന്ന് പറയുന്നത് ഒന്നിനും ഒരു പരിഹാരമല്ല. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങളിലും ധനങ്ങളിലും കുടുംബങ്ങളിലും വല്ല നാശനഷ്ടങ്ങളും വന്നു കഴിഞ്ഞാൽ വിശ്വാസികളായ ആളുകളെ നിങ്ങൾ കൂടുതൽ മനക്കരുത്തോടെ മുന്നേറുകയാണ് വേണ്ടത്. ഒരിക്കലും നിങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. പ്രതിസന്ധികളും പ്രയാസങ്ങളും മുന്നിലെത്തുമ്പോ സ്വപ്നം കണ്ട മോഹങ്ങൾ, ആഗ്രഹങ്ങൾ സഫലീകരിക്കപ്പെടാതെ പോകുമ്പോ ആർക്കും തന്നെ ജീവിതത്തിന്റെ പുടവ അഴിച്ചു മാറ്റാൻ അധികാരമില്ല. ഇസ്ലാം പറയുന്നു, നിരാശയിൽ, നിത്യനിരാശയിൽ അകപ്പെട്ട ആളുകൾ മാത്രമേ ആത്മഹത്യ ചെയ്യൂ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾ നിരാശരായി നിങ്ങൾ സ്വയം വധിക്കേണ്ട. സൂറത്തുൻ നിസാഇന്റെ 29-ാമത്തെ വചനത്തിൽ കാണാം, വലാ തഖ്തുലൂ അൻഫുസകും ഇന്നല്ലാഹ കാന ബികും റഹീമാ. വലാ തഖ്തുലൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ വധിച്ചു കളയണ്ട, സ്വന്തത്തെ നിങ്ങൾ കൊന്നുകളയണ്ട. എന്തേ കാരണം? ഇന്നല്ലാഹ കാന ബികും റഹീമാ. അല്ലാഹു നിങ്ങളോട് ദയാലുവാണ്, അല്ലാഹു നിങ്ങളോട് കരുണ കാണിക്കുന്നവനാണ്. അല്ലാഹു നിങ്ങളെ പിറകെ അനുഗ്രഹിക്കും. അല്ലാഹുവിന്റെ കരുണ ഓർത്തിട്ടെങ്കിലും നിങ്ങൾ സ്വയം നാശത്തിൽ ചെന്ന് വീഴണ്ട. وَمَن يَفْعَلْ ذَلِكَ عُدْوَانًا وَظُلْمًا. നിങ്ങൾ ആരും സ്വയം മരിക്കണ്ട, സ്വയം നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ കൊല്ലണ്ട. കാരണം അല്ലാഹ് നിങ്ങളോട് ദയാലുവാണ് കേട്ടോ, ദയാലുവാണ്. وَمَن يَفْعَلْ ذَلِكَ عُدْوَانًا وَظُلْمًا. ആരെങ്കിലും ധിക്കാരമായി, ആരെങ്കിലും അക്രമമായി സ്വന്തത്തെ വധിച്ചു കളഞ്ഞാൽ
ഫസൗഫ നുസ്ലീഹി നാറാ. അത്തരം ആളുകളെ ശേഷം ഞാൻ നരകത്തിലിട്ട് പൊയ്ക്കുക തന്നെ ചെയ്യും, നരകത്തിലിട്ട് വേവിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു മുന്നറിയിപ്പ് തരുന്നു. അതുകൊണ്ട് അതൊന്നിനും ഒരു പരിഹാരമല്ല. കരുണാമയനായ ദയാലുവായ നിങ്ങളുടെ ഉടമസ്ഥനായ റബ്ബിനെ ഓർത്തുകൊണ്ട് നിങ്ങൾ അത്തരം മേഖലകളിലേക്ക് പോകരുത് എന്ന് അല്ലാഹു മുന്നറിയിപ്പ് തരികയാണ്. അല്ലെങ്കിലും വിശ്വാസികൾക്ക് നിരാശയുണ്ടാവൂല. ഒരിക്കലും ഒരു മുഅ്മിൻ നിത്യനിരാശയിൽ അകപ്പെട്ടു പോവുകയില്ല. സുഹൃത്തുക്കളെ, നമ്മിൽ പലരും ആത്മഹത്യ ഭയന്നിട്ട് ചെയ്യുന്നില്ല, ആഖിറം പേടിച്ചിട്ടൊന്നല്ല. ഇതിപ്പോ ജീവൻ പോകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ പ്രസ്ഥാനം നോർത്തിട്ട് അങ്ങനെയുണ്ട് കുറെ ആളുകൾ. ജീവിതം മടുത്തു, പക്ഷെ ആ കടുങ്കൈ കയ്യാൻ ധൈര്യമില്ല അല്ലേ? നമ്മിൽ തന്നെ പല ആളുകളും പറയാറുണ്ട്, പച്ചയായി പറയാറുണ്ട്, ജീവിതം മടുത്തു. അങ്ങനെ പറയാൻ പാടില്ല. ജീവിതം മടുത്തു, പക്ഷേ പിന്നെയുള്ള കാര്യം ഓർത്തിട്ടാണ് അത്തരം ആത്മഹത്യയെ കുറിച്ചൊന്നും ആലോചിക്കാത്തത്. ഇങ്ങനെ പച്ചയായി പറയുന്ന വിശ്വാസികളുണ്ട്. അത് നിരാശ പൂണ്ടത് കൊണ്ടുള്ള വാക്കാണ്. അവരുടെ നിരാശയുടെ ബഹിർ പ്രകടനമാണ് ആ വാക്കിലൂടെ മുഴച്ചു കാണുന്നത്. പാടില്ല. വിശ്വാസികൾക്കൊരിക്കലും അതുണ്ടാവുകയില്ല. കാരണം എന്താ? വിശ്വാസികൾ, മുഅ്മിനുകൾ ഖുർആനിൽ വിശ്വസിക്കുന്നവരാണ്. ഖുർആൻ ഒരു കരാറ് പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു ഒരു കരാറ് വെച്ചിട്ടുണ്ട്. ആ കരാറ് സത്യമാണ് എന്നതിൽ വിശ്വാസിക്ക് തർക്കമുണ്ടാവുകയില്ല, സംശയമുണ്ടാവുകയില്ല. അതെന്താണ് അല്ലാഹുവിന്റെ കരാറ്? വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ. വിശ്വാസികളെ സഹായിക്കൽ, മുഅ്മിനീങ്ങളെ സഹായിക്കൽ ഒരു ബാധ്യതയായി ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. അല്ലാഹു പറയാ, ഈമാനുള്ളവരെ സഹായിക്കുക എന്നുള്ളത് എന്റെ ഉത്തരവാദിത്താണ്, എന്റെ കടപ്പാടാണ്, എന്റെ ബാധ്യതയാണ്. ഞാൻ സ്വയം ബാധ്യതയായി അക്കാര്യം ഏറ്റെടുത്തിട്ടുണ്ട്, മുഅ്മിനീങ്ങളെ സഹായിക്കുന്ന കാര്യം. അല്ലാഹു ഒരു ബാധ്യത ഏറ്റെടുത്താൽ പിന്നെ നമ്മളെ കൈയൊഴിയൂലെന്ന് വിശ്വാസികൾക്ക് ബോധ്യം ഉണ്ടാകും, ഉറപ്പുണ്ടാവും. അപ്പൊ ഈമാനില്ലാത്തവരെ അങ്ങനെ നിരാശരാവുകയുള്ളൂ. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അള്ളാഹു അവതരിപ്പിച്ചു. നിങ്ങൾ അള്ളാഹുവിന്റെ അനുഗ്രഹത്തിൽ എത്ര ജീവിതത്തിൽ ക്ലേശങ്ങൾ നേരിട്ടാലും അനുഭവിച്ചാലും, രോഗം കൊണ്ടും സാമ്പത്തിക തകർച്ച കൊണ്ടും കുടുംബ പ്രശ്നം കൊണ്ടും അല്ലാത്ത കാര്യം കൊണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നിരാശരാകാൻ പാടില്ല. നിരാശരാകരുത്. അള്ളാഹ് പറഞ്ഞു മുഅ്മിനീങ്ങളെ സഹായിക്കും, അള്ളാഹ് നിങ്ങളോട് ദയാലുവാണ്. ഇതൊക്കെ പറഞ്ഞിട്ട് നിരാശ ആർക്കാണ് വരിക എന്നും പച്ചയായിട്ട് പറഞ്ഞു തന്നു. ആർക്കാ ജീവിതത്തിൽ നിരാശ വരിക? ആർക്കാണ് അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ ആശ മുറിഞ്ഞു പോവുക? ആർക്കാ? അള്ളാഹു പറഞ്ഞു, ലാ തൈഅസൂ മിർ റൗഹില്ലാഹ് ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. അല്ലാഹുവിന്റെ കരുണയിൽ നിന്ന് നിങ്ങൾ ആശ മുറിഞ്ഞു പോവണ്ട. അല്ലാഹ് സഹായിക്കും. ഈ ലോകത്ത് തന്നെ നിങ്ങൾ പീഡിപ്പിക്കപ്പെട്ടാൽ, പ്രയാസങ്ങളിൽ വീണാൽ, പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ലാ തൈഅസൂ മിർ റൗഹില്ലാഹ്. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ നിരാശരാവരുത്. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹ്. നിശ്ചയം അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ, അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ ആശ മുറിയുക ആരാ? ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകളായ ജനത മാത്രമേ അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിരാശരാവുകയുള്ളൂ. അപ്പൊ നിരാശ, ഇത്തരം വാക്ക് കാഫിറിൽ നിന്ന് വരേണ്ട വാക്ക. ഏത് വാക്ക്? ജീവിതം മടുത്തു, ആത്മഹത്യ ചെയ്യാൻ പേടിച്ചിട്ടാണെന്നുള്ള വാക്ക് കാഫിറിന്റെ വാക്കാണെന്ന് നാം മനസ്സിലാക്കുക. വലാ യൈഅസു മിർ റൗഹില്ലാഹ് ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകളായ ജനതയല്ലാത്ത മറ്റാരും അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിരാശരാവുകയില്ല. അവര് മാത്രമേ നിരാശരാവുകയുള്ളൂ. ഇത് സൂറത്ത് യൂസുഫിന്റെ 7-ാമത്തെ ആയത്തിൽ കാണാം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം തന്റെ സന്താനങ്ങളെ മുന്നിൽ വിളിച്ചു വരുത്തി.
യൂസുഫും ബിന്യാമിനും അവരുടെ മുന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ പശ്ചാത്തലത്തില് രണ്ടുപേരും പോയി. ആ വന്യവയോധികനായ പിതാവ് ദുഃഖിച്ചു. അങ്ങനെ ബിന്യാമീനിനെ രാജാവ് പിടിച്ചു വെച്ചിരിക്കുന്നു എന്ന വാർത്ത പിതാവിനോട് പറഞ്ഞപ്പോ പിതാവായ യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട് പറഞ്ഞു, നീ പോയിക്കോ, നിങ്ങൾ എല്ലാവരും പൊക്കോ, പോയിട്ട് അത് എന്റെ 2 മക്കളാണ്, യൂസുഫും ബിന്യാമീനും. അതുകൊണ്ട് അവരെ 2 പേരെയും നമുക്ക് തിരിച്ചു കിട്ടും. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ, നിങ്ങൾക്ക് തോന്നിയതുപോലെ നിരാശ ഇവിടെ വേണ്ട മക്കളെ. ലാ തൈഅസൂ മിർ റൗഹില്ലാ. നിങ്ങളെ സഹോദരനെ മുമ്പ് ചെന്നായ ഗണിച്ചു നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നല്ലോ. ഇപ്പോൾ ബിന്യാമീനും പോയി നിങ്ങളുടെ കയ്യിൽ നിന്ന്. ലാ തൈഅസൂ മിർ റൗഹില്ലാ. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ നിങ്ങൾ ആശമുറിയണ്ട, നിരാശരാവണ്ട. ഇന്നഹു ലാ യൈഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. കാഫിറുകൾക്കേ അതുണ്ടാവൂ. അല്ലാഹു ഈ സംഭവത്തിലൂടെ സത്യവിശ്വാസികൾക്ക് ഈ ബോധം പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ആശയം, ഏതാശയം? നിരാശരാകാൻ പാടില്ല എന്ന ആശയം ഖുർആനിൽ പരന്നു കിടക്കുകയാണ്. എത്ര ഭാഗത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യവിശ്വാസികളെ ഈ വിഷയം പറഞ്ഞു ഉണർത്തിയത്? സൂറത്ത് അങ്കബൂത്തിന്റെ 23-ാമത്തെ വചനത്തിൽ കാണാം, വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി ഉലൈക യഇസൂ മിർ റഹ്മതി വഉലൈക ലഹും അദാബുൻ അലീം. വല്ലദീന കഫറൂ ബിആയാതില്ലാഹി വലിഖാഇഹി. അള്ളാഹുവിന്റെ ആയത്തുകളെ പുച്ഛമാക്കി നിഷേധിക്കുന്ന കാഫിറുകൾ, ഖുർആനിൽ വിശ്വാസമില്ലാത്തവർ. വല്ലദീന കഫറൂ ബി ആയാത്തില്ല, അള്ളാഹുവിന്റെ ആയത്തുകളെ നിഷേധിക്കുന്ന കള്ളക്കാഫിറുകൾ. വലിഖാഇഹി, അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നതിനെയും നിഷേധിക്കുന്ന കാഫിറുകൾ. അള്ളാഹിനെ കണ്ടുമുട്ടുന്നു, അള്ളാഹുവിനെ കാണേണ്ടി വരും, വിചാരണ ചെയ്യപ്പെടുമെന്ന ബോധമുള്ളവരാണല്ലോ മുഅ്മിനുകൾ. ആ ബോധമില്ലാത്ത അവകളെയൊക്കെ എതിർക്കുന്ന കള്ളക്കാഫിറുകൾ ഉലൈക യഇസൂ മിർ റഹ്മതി. അല്ലാഹു പറയുന്നു, ആ ഗ്രൂപ്പ് എന്റെ അനുഗ്രഹത്തിൽ നിരാശരാകുന്നു. ഉലൈക, അവർ ആര്? അള്ളാന്റെ ആയത്തുകളിലും അള്ളാനെ കണ്ടുമുട്ടുന്ന കാര്യത്തിലും വിശ്വാസമില്ലാത്ത കള്ളക്കാഫിറുകൾ. ഉലൈക യഇസൂ മിർ റഹ്മതി, എന്റെ ഔദാര്യത്തിൽ, എന്റെ കാരുണ്യത്തിൽ അവർ നിരാശരാണ്. അവർ നിരാശരാണ്. വഉലൈക ലഹും അദാബുൻ അലീം. അവർക്കാകുന്നു കഠിനമായ വേദനയുള്ള ശിക്ഷ. അവർക്ക് വേണ്ടിയാണ് നരകത്തിൽ സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു പറയുന്നു. അങ്ങനെ എത്ര ഭാഗത്ത്, സൂറത്ത് ഹൂദിന്റെ 9 മുതൽ 11 വരെയുള്ള വചനങ്ങളിലും അങ്ങനെ ഒരുപാട് ഭാഗത്ത് കാണാം ഇത്. മനുഷ്യന്റെ ഒരു അവസ്ഥ, പെട്ടെന്ന് നിരാശ വരും. ആർക്കൊഴികെ? 100% ഈമാനുള്ള ആളുകൾക്കൊഴികെ. 100-ൽ 100% ഈമാനുള്ള ആളുകളല്ലാത്തവർക്കൊക്കെ നിരാശ വരും. ഈ നിരാശ കാഫിറിന്റെ ശൈലിയും സ്വഭാവവും നിങ്ങൾ ആലോചിക്കണം, ശരിക്കും മനസ്സിലാക്കണം. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മ. മനുഷ്യനെ നാം നമ്മുടെ ഭാഗത്ത് നിന്ന് സുഖം രുചിപ്പിച്ചാൽ, അല്ലാഹു പറയാണ്, നാം മനുഷ്യനെ അനുഗ്രഹം രുചിപ്പിച്ചാൽ, സുഖം അവനെ ഒന്ന് അനുഭവിപ്പിച്ചാൽ, ഒരു സുഖം അല്ലാഹു അങ്ങോട്ട് കൊടുത്തു. സുമ്മ നസഅനാഹാ മിൻഹു ഇന്നഹു ലയഊസുൻ കഫൂർ. ഒരു മനുഷ്യനെ അല്ലെങ്കിൽ മനുഷ്യവർഗത്തെ ഒരു അനുഗ്രഹം ആസ്വദിപ്പിച്ച് അനുഭവിപ്പിച്ചുകൊണ്ട് അവനെ ഒന്ന് അല്ലാഹു അതിന്റെ അഭിരുചി അവന് കൊടുത്തു. വലഇൻ അദഖ്നൽ ഇൻസാന മിന്നാ റഹ്മ, നമ്മുടെ ഭാഗത്ത് നിന്നൊരു റഹ്മത്ത്, ഒരു അനുഗ്രഹം, ഒരു സുഖം അവനെ ആസ്വദിപ്പിച്ചു. എന്നിട്ടോ സുമ്മ നസഅനാഹാ മിൻഹു, ഈ സുഖം അനുഭവിച്ച മനുഷ്യൻ സുമ്മ നസഅനാഹാ മിൻഹു, ആ അനുഗ്രഹത്തെ ഞാൻ അവരിൽ നിന്ന് ഊരിയെടുത്തു. അവനിൽ നിന്ന് ആ അനുഗ്രഹത്തെ വലിച്ചെടുത്തു, ഊരിയെടുത്തു, മാറ്റിക്കളഞ്ഞു. അപ്പൊ നിലവിലിപ്പോ ഒരു ബിസിനസ് ഉണ്ട്, നിലവിൽ കച്ചവടം ഉണ്ട്, നിലവിൽ തൊഴിലുണ്ട്, വളരെ സുഖാണ്. അതിലെന്തെങ്കിലും ഒരു പോറലുകൾ വരുമ്പോ, ആ ബിസിനസ്സിൽ എന്തോ ഒരാൾ പാര വന്നു ഒന്നുകിൽ, അല്ലെങ്കിൽ വേണ്ടത്ര ലാഭം കിട്ടണില്ല, ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അങ്ങോട്ട് വന്നാൽ ഇന്നഹു ലയഊസുൻ കഫൂർ,
ഉടനെ അവൻ കടുത്ത നിരാശയിൽ വീണു, അവൻ കാഫിറാവുകയും ചെയ്തു. എന്തേ കാഫിറായത്? അതുകൊണ്ട് കാഫിറാവോ? കാഫിറാവും. ഖൈറും ഷർറും, നന്മയും തിന്മയും, ലാഭവും നഷ്ടവും, സുഖവും ദുഃഖവും, രോഗവും ആരോഗ്യവും എല്ലാത്തിന്റെയും ഉടമസ്ഥൻ റബ്ബാണെന്ന് മനസ്സിലാക്കിയ മുഅ്മിൻ അവിടെ പെടക്കൂല. അവിടെ നിൽക്കുവൻ, അവിടെ പെടപ്പുണ്ടാവില്ല അവന്. ഉടനെ തന്നെ അവൻ നിരാശയിൽ അകപ്പെടും. ഇന്നഹു ലയഊസുൻ കഫൂർ. അവൻ നിരാശനായി അവൻ കഫൂറാകും. കാഫിർ കുറച്ച് കടുത്താൽ കഫൂറാണ്. കഫാർ എന്ന് പറഞ്ഞതുപോലെ മുബാലഗത്തിന്റെ പ്രയോഗമാണ് കഫൂർ. വലിയ കാഫിർ, കടുത്ത കാഫിർ അല്ലാഹു പറയാൻ. എന്നിട്ട് തുടർന്ന് അല്ലാഹു പറയുന്നു, വലഇൻ അദഖനാഹു നഅമാ ബഅദ ളറാ മസ്സതു. മനുഷ്യവർഗത്തെ നാം രുചിപ്പിച്ചു, നഅമാ സുഖം അനുഭവിപ്പിച്ചു, അവർക്ക് അനുഗ്രഹം രുചിപ്പിച്ചു. എപ്പോ? ബഅദ ളറാ, ഒരു വിപത്തിന് ശേഷം, ഒരു പ്രയാസത്തിന് ശേഷം, ക്ലേശം അനുഭവിപ്പിച്ചതിന് ശേഷം. കുഴിയിലായിരുന്നു ആള്, അല്ല കുഴിയിൽ നിന്ന് ഇങ്ങോട്ട് എടുത്ത് മേൽപോട്ട് കയറ്റി വെച്ചു. വലഇൻ അദഖനാഹു, മനുഷ്യനെ നാം രുചിപ്പിച്ചാൽ. എന്ത്? നഅമാ, സുഖസൗഖ്യം, അനുഗ്രഹം രുചിപ്പിച്ചാൽ. എപ്പോൾ? ബഅദ ളറാ മസ്സതുഹു, പ്രയാസവും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അനുഭവിപ്പിച്ചതിന് ശേഷം അവനെ സുഖം അനുഭവിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹു പറയുന്നു, വലഇൻ അദഖനാഹു നഅമാ ബഅദ ളറാ മസ്സതുഹു ലയഖൂലന്ന, ഉടനെ അവൻ പറയും, ദഹബസ്സയ്യിആതു അന്നി, എന്റെ കാലക്കേട് നീങ്ങി, എന്റെ പ്രയാസങ്ങൾ നീങ്ങി, എന്റെ പ്രതിസന്ധികളെല്ലാം ഒഴിഞ്ഞുപോയി. ഇന്നഹു ലഫരിഹു ഫഖൂർ, സന്തോഷാധിക്യത്താൽ, ആനന്ദത്താൽ, അമിതമായ ആഹ്ലാദത്താൽ അവനൊരു പൊങ്ങച്ചക്കാരനായി മാറും. എന്തായാലും കുടുങ്ങി, എന്തായാലും കുടുങ്ങി. അല്ലാഹ് ഒരാൾക്ക് അനുഗ്രഹം കൊടുത്തതിന് ശേഷം കുറച്ചൊരു പരീക്ഷണം കൊടുത്താൽ അവൻ നിരാശനും കാഫിറും ആവുക. അല്ലാഹ് പറയാണ് മനുഷ്യന്റെ അവസ്ഥ. എന്ത്? ഒരു സുഖം കൊടുത്തതിന് ശേഷം ദുഃഖം കൊടുത്താൽ അവൻ നിരാശനും കാഫിറും ആവുകയാണ്. എന്നാലോ ദുഃഖത്തിന് ശേഷം ഒരു സുഖം കൊടുത്താലോ, പ്രതിസന്ധികളിൽ നിന്ന് ഈ ഹംക്ക് കുറെ കാലമായി ഇടങ്ങാറായി എന്നോട് കൈ ഉയർത്തി കരഞ്ഞു ദുആ ചെയ്യണു. സ്വർഗത്തിന്റെ കാര്യത്തിലോ ഈമാന്റെ കാര്യത്തിലോ ഈ ഹയവാൻ ഇതുവരെ അങ്ങനെ ദ്വരന്നിട്ടില്ല. പടച്ചോനെ ഈ കടക്കിടീന്ന് കാക്കുന്നും പറഞ്ഞ് ഉത്തരം കിട്ടുന്ന സ്ഥലത്ത് നിന്ന് ഒക്കെ അത് തന്നെ എന്നാ അവനങ്ങോട്ട് കയറ്റി വെക്കാന്ന് കരുതി കയറ്റി വെച്ചാലോ ഉണ്ടാകുന്ന അവസ്ഥ അല്ലാഹ് പറയാണ്, ഇന്നഹു ലഫരിഹുൻ ഫഖൂർ. അപ്പൊ അവൻ എന്നെ മറന്നു, സന്തോഷം കൊണ്ട് അവൻ പൊങ്ങച്ചക്കാരനായി. ഞാൻ ഇപ്പൊ പണക്കാരനാ. അങ്ങനെ ഉണ്ടല്ലോ ഒരു നാട്ടിലൊരു ചൊല്ല്, പുത്തൻ പണക്കാര അങ്ങനെ ഇരിക്കും. ഇതുവരെ കാശില്ലാതെ പുത്തൻ പണക്കാരനായ അവന്റെ സ്വഭാവം ഒരു വേറെ കോലായിരിക്കും. തറവാടിത്തുള്ള പണക്കാരനാണെങ്കിൽ അവന് കുറച്ചൊരു സംസ്കാരം ഉണ്ടാവും. പുത്തൻ പണക്കാരൻ അത് ഉണ്ടാവില്ല എന്ന് ഇവിടുന്ന് തന്നെ ഞാൻ എന്റെ ചുവടുകൊണ്ട് കേട്ടിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത്, അങ്ങനെ ഒരു അവസ്ഥയിൽ ഒരാളെ ഉയർത്തി കഴിഞ്ഞാൽ ഇന്നഹു ലഫരിഹുൻ ഫഖൂർ. അപ്പൊ രണ്ടായാലും ബുദ്ധിമുട്ടല്ലേ? അല്ലാഹ് പറയുന്നു, ഇല്ലല്ലദീന സ്വബറൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. സൂറത്ത് ഹൂദിന്റെ 9 മുതൽ 11 വരെയുള്ള വചനം. ഇതാണ് മനുഷ്യന്റെ സ്വാഭാവിക അവസ്ഥ. ഇങ്ങനെയാണ് മനുഷ്യനെ പടച്ചത്. പക്ഷെ ഈ പടപ്പിന്റെ ഈ അവസ്ഥയിൽ നിന്ന്, നാക്കാലി കോലത്തിലാണ് നമ്മളൊക്കെ ഉള്ളത്, ഈ അവസ്ഥയിൽ നിന്ന് ഈമാനികമായ വെളിച്ചം കൊണ്ട് അവൻ നന്നാകും. അത് നന്നാകുന്ന ആളുകൾ ആരാ? ഇല്ലല്ലദീന സ്വബറൂ വഅമിലുസ് സ്വാലിഹാത്തി, ക്ഷമിച്ചവരും സുഹൃതങ്ങൾ ചെയ്തവരും ഒഴികെ. അവര് നിരാശരാകൂല, അവര് കാഫിറാകൂല, അവര് പൊങ്ങച്ചക്കാരും ആവൂല. അവര് അള്ളാന്റെ ആളുകളാവും. പണം കിട്ടിയാലും ബുദ്ധിമുട്ട് കിട്ടിയാലും പ്രതിസന്ധി വന്നാലും സുഖം വന്നാലും ഒക്കെ അള്ളാന്റെ ആളുകളാവും. അതാരാ? ഇല്ലല്ലദീന സ്വബറൂ വഅമിലുസ് സ്വാലിഹാത്ത് ഉലൈക ലഹും മഗ്ഫിറ. ഇനി വല്ല പാപവും അവരിൽ നിന്ന് വന്നാൽ തന്നെ അള്ളാഹ് പുറത്തു കൊടുക്കും. പിന്നെ അവർക്ക് മഹത്തായ പ്രതിഫലം അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കും. എത്ര ഭാഗം നോക്കൂ നിങ്ങൾ, 10, 15, 20 ഭാഗങ്ങളിലൊന്നും അല്ല ഇത് പറയുന്നത്. നിരാശയെ കുറിച്ച് അല്ലാഹ് പലയിടത്തും പറഞ്ഞു. സൂറത്ത് ഇസ്രായിൽ കാണാം,
وَإِذَا أَنْعَمْنَا عَلَى الْإِنسَانِ أَعْرَضَ وَنَأَى بِجَانِبِهِ وَإِذَا مَسَّهُ الشَّرُّ كَانَ يَئُوسًا. അല്ലാഹു പറയാണ് വഇദാ അൻഅംനാ അലൽ ഇൻസാൻ, മനുഷ്യവർഗത്തിന് ഞാൻ വല്ല നിഅമത്തും കൊടുത്താൽ അവന്റെ ധിക്കാരം കൊണ്ട് അവനെ തിരിഞ്ഞു കളഞ്ഞു പോകും. ഇനി എന്റെ ഭാഗത്തേക്ക് അവൻ നോക്കൂല, എന്നെ കുറിച്ചൊരു ബോധവും അവനുണ്ടാകില്ല. തിരിഞ്ഞു കളഞ്ഞ് അങ്ങോട്ട് പോവും. എന്നാലോ അവന് വല്ല ഷെറും സ്പർശിച്ചു കഴിഞ്ഞാൽ, വല്ല വിപത്തും അവൻ അനുഭവിച്ചു കഴിഞ്ഞാൽ കാന യഊസാ, അവൻ നിത്യനിരാശയ്ക്ക് അടിമപ്പെടും, അവൻ നിരാശയിൽ ചെന്ന് വീഴും. അപ്പൊ നിരാശ എന്ന് പറയുന്ന സംഗതി അത് കാഫിറിന്റെ സ്വഭാവമാണ്, നരകാവകാശികളുടെ സ്വഭാവമാണ്. നിരാശയിൽ അകപ്പെട്ടവർക്ക് ജീവിതം മടുപ്പ് തോന്നുകയുള്ളൂ. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖദുഃഖ സമ്മിശ്രമാണ്. സുഖിക്കാൻ മാത്രമാണ് ജീവിതം എന്ന് ധരിച്ചു വെച്ചവർ കാഫിറുകളാണ്. ആള് മമ്മദാണെങ്കിലും കാഫിറാണ്. സുഖദുഃഖ സമ്മിശ്രമായ ജീവിതം ഈ ലോകത്ത് പരീക്ഷണമാണെന്ന് മനസ്സിലാക്കിയ ആളുകളാണ് മുഅ്മിനുകൾ. അപ്പോ നിരാശ പാടില്ല. ഇത് നമ്മളോട് ഓർമ്മപ്പെടുത്തിയതുപോലെ, വിശ്വാസികളെ ഓർമ്മിപ്പിച്ചതുപോലെ ആരംഭ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും അല്ലാഹു ഓർമ്മിപ്പിച്ചു. നബിയോട് പറഞ്ഞു, നബിയെ, ഏതൊക്കെ ക്ലേശങ്ങൾ അങ്ങേക്ക് നേരിടേണ്ടി വന്നാലും നബിയെ, അങ്ങ് അല്ലാഹുവിന്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ക്ഷമിച്ചിരിക്കുക. ഒരിക്കലും നിങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിൽ നിരാശനാകരുത്. അങ്ങേക്ക് നിരാശ വേണ്ട. നബിയെ, ശത്രുക്കളുടെ എതിർപ്പ് കഠിനകഠോരമായ രീതിയിൽ വന്നാലും അങ്ങ് റബ്ബിനെ ഓർത്ത് കാത്തിരിക്കുക. ഫസ്ബിർ ലിഹുക്മി റബ്ബിക് വലാ തകുൻ കസാഹിബിൽ ഹൂതി ഇദ് നാദാ വഹുവ മക്ലൂം. ഫസ്ബിർ ലിഹുക്മി റബ്ബിക, അങ്ങയുടെ നാഥന്റെ വിധി വരുന്നത് കാത്തിരിക്കുക, ക്ഷമിച്ചങ്ങട്ടിരിക്കുക. അങ്ങയുടെ മുന്നിലുള്ള നാട്ടുകാരായ തറവാട്ടുകാരായ സഹോദരന്മാർ അങ്ങയെ ധിക്കരിക്കുകയും ചോദ്യം ചെയ്യുകയും എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ കാണാത്തത് കൊണ്ടല്ല നബിയെ, അങ്ങ് ക്ഷമിച്ചോളൂ. അള്ളാന്റെ വിധി വരുന്നത് വരെ ക്ഷമിച്ച് സഹിച്ചിരുന്നോളൂ, അവൻ അനുഗ്രഹിക്കും. നബിയോട് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് പിന്നെ പറയുന്നതാ വളരെ രസം. നബിയെ, ശത്രുക്കളുടെ എതിർപ്പിൽ മനംനൊന്ത് അങ്ങ് നിരാശനാകണ്ട. അങ്ങ് ക്ഷമിച്ച് റബ്ബിന്റെ വിധിക്കായി കാത്തിരുന്നോളൂ, റബ്ബിൽ പ്രതീക്ഷ വെച്ചോളൂ. വലാ തകുൻ കസാഹിബിൽ ഹൂത് ഇദ് നാദാ വഹുവ മക്ലൂം. വലാ തകുൻ കസാഹിബിൽ ഹൂതി, അങ്ങ് ഒരിക്കലും മീൻകാരനെ പോലെ, മത്സ്യക്കാരനെ പോലെ ആകരുത് നബിയെ. ആരാ ഈ മീൻകാരൻ? വലാ തകുൻ കസാഹിബിൽ ഹൂതി, അങ്ങ് മത്സ്യക്കാരനെ പോലെ ആകരുത്. ഇദ് നാദാ വഹുവ മക്ലൂം, അദ്ദേഹം ദുഃഖിതനായി പ്രാർത്ഥിച്ച സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ നബിയെ. ദുഃഖിതനായി അദ്ദേഹം പ്രാർത്ഥിച്ചു. ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബി ലനുബിദ ബിൽ അറാഇ ഫഹുവ മദ്മൂം ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. സൂറത്തുൽ ഖമറിന്റെ 48-49 വചനങ്ങൾ. അങ്ങൊരിക്കലും മീൻകാരനെ പോലെയാകരുത്. അദ്ദേഹം ദുഃഖിതനായി പ്രാർത്ഥിച്ച സന്ദർഭം ഓർക്കുക. ലൗലാ റഹ്മത്തും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. അങ്ങയുടെ നാഥന്റെ അനുഗ്രഹം ആ മത്സ്യക്കാരനെ ഉൾക്കൊണ്ടിട്ടില്ലായിരുന്നെങ്കിൽ, മത്സ്യക്കാരനെ അങ്ങ് റബ്ബിന്റെ അനുഗ്രഹം കിട്ടിയില്ലായിരുന്നെങ്കിൽ ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം, തരിശായ ഒന്നുമില്ലാത്ത വിജനമായ മരുഭൂമിയിൽ അദ്ദേഹം നിന്ദ്യനായി വലിച്ചെറിയപ്പെടുമായിരുന്നേനെ.
പക്ഷേ അള്ളാഹ് അങ്ങനെ ചെയ്തില്ല. ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. ആ മത്സ്യക്കാരനെ അള്ളാഹു തിരഞ്ഞെടുത്തു, അള്ളാഹുവിന്റെ ഇഷ്ടക്കാരനാക്കി. ഫജഅലഹു മിനസ് സാലിഹീൻ, സ്വാലിഹീങ്ങളിൽ മെമ്പർഷിപ്പ് അദ്ദേഹത്തിന് നൽകുകയും ചെയ്തു. എന്താണ് ഈ സംഭവം? ദീനീ പ്രബോധനത്തിൽ പ്രതീക്ഷിച്ച ഫലം കാണാതെ വന്നപ്പോൾ, ദീനീ പ്രബോധനത്തിൽ പ്രതീക്ഷിച്ച ഫലം കാണാതെ വന്നപ്പോൾ നിരാശ പൂണ്ട് സ്വന്തം നാട് വിട്ട് ഒളിച്ചോടിയ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്ര സംഭവത്തിലേക്ക് സൂചന നൽകിക്കൊണ്ടാണ് അള്ളാഹ് ഇത് പറഞ്ഞത്. നബിയെ, പണ്ടൊരു മത്സ്യക്കാരൻ ഉണ്ടായിരുന്നു. യൂനുസ് നബിക്കും മത്സ്യ കച്ചവടമായിരുന്നില്ല, അതുകൊണ്ടല്ല അങ്ങനെ പറയുന്നത്. അദ്ദേഹം യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യവയറിൽ താമസിച്ച പ്രവാചകനാണ്. അതുകൊണ്ട് ഖുർആൻ വദന്നൂനി, മീൻകാരൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത്, അതുപോലെ തന്നെ സാഹിബുൽ ഹൂത്ത് എന്നും പറഞ്ഞു. മത്സ്യവയറിൽ താമസിച്ച കാരണത്താൽ നബിയെ അങ്ങ് ക്ഷമിക്കണം, അങ്ങൊരിക്കലും അക്ഷമനാകരുത്, ഒരിക്കലും നിരാശ വരരുത്. മുമ്പൊരിക്കൽ മുൻഗാമികളിൽപ്പെട്ട ഒരാൾ, മത്സ്യക്കാരനായ ഒരാൾ, മത്സ്യവയറിൽ കഴിഞ്ഞ ഒരാള് നിരാശനായി. അതുപോലെ നിങ്ങൾ ആകരുത്. ഇത് നാദാ വഹുവ മക്കളും. അദ്ദേഹം പിന്നെ ഒടുവിൽ ദുഃഖിതനായി പ്രാർത്ഥിച്ചു. എന്ത് പ്രാർത്ഥിച്ചിട്ടെന്താ? ലൗലാ അൻ തദാറകഹു നിഅമത്തും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ ഫഹുവ മദ്മൂം. റബ്ബ് അദ്ദേഹത്തെ അനുഗ്രഹിച്ചിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു വിജനമായ മരുക്കാട്ടിൽ, മരുപ്പറമ്പിൽ നിന്യനായി തള്ളപ്പെടുമായിരുന്നു. പക്ഷേ ഫജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സാലിഹീൻ. പിൽക്കാല ജനതക്ക് പാഠം നൽകാൻ ആ മനുഷ്യനെ അള്ളാഹ് അങ്ങനെ ചെയ്തില്ല, ആ പ്രവാചകനെ അള്ളാഹ് അങ്ങനെ ചെയ്തില്ല. എന്തേ അള്ളാഹ് അങ്ങനെ ചെയ്യാതിരുന്നത്? അള്ളാന്റെ പടപ്പുകളിൽ കുറെ ആളുകൾ നിരാശ പൂണ്ടവരാകും. പലരും പല കാരണത്താൽ നിരാശയിൽ എത്തിപ്പെടും. അങ്ങനെ എത്തിപ്പെട്ട് ആത്മഹത്യയുടെ വക്കത്തെത്തിയ പിന്നെ എന്താ സംഭവിക്കുക എന്നുള്ളതാണ് ആ പ്രവാചകന്റെ കഥയിലൂടെ അള്ളാഹ് പഠിപ്പിച്ചു തരുന്നത്. നബിയെ, അങ്ങൊരിക്കലും അദ്ദേഹത്തെ പോലെയാകരുത്. യോന എന്ന് ബൈബിൾ നാമത്തിൽ അറിയപ്പെടുന്ന യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ കാലം BC 860കളിലാണ്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പ് 800 വർഷങ്ങൾക്ക് മുമ്പ് ഇറാഖിലെ നീനുവ എന്ന ഗ്രാമത്തിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകനെ തൗഹീദിന്റെ പൊൻവെളിച്ചവുമായി പറഞ്ഞയച്ചത്. ഇറാഖിലെ നീനുവായിൽ താമസിച്ചിരുന്ന ജനത അസീരിയക്കാർ എന്ന പേരിൽ ചരിത്രത്തിൽ അറിയപ്പെടുന്നു. ഈ അസീരിയക്കാരുടെ മുന്നിൽ യൂനുസ് നബി അലൈഹിസ്സലാം കയറി ചെന്നവരോട് തൗഹീദ് പ്രസംഗിച്ചു. അവര് ധിക്കരിച്ചു, അവർ ചെവിക്കൊണ്ടില്ല, അവരാ പ്രവാചകനെ കൂക്കി വിളിച്ചു, അവർ ധിക്കാരം കാണിച്ചു. അള്ളാഹ് പറഞ്ഞു, യൂനുസ്, നിങ്ങൾ നിരാശനാകണ്ട. ധിക്കാരികളായ ജനതയുടെ മേലിൽ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ശിക്ഷ ഇറക്കും. നിങ്ങൾ കാത്തിരുന്നോളൂ, നിങ്ങൾ ക്ഷമിച്ചോളൂ. അധർമ്മകാരികളായ സത്യവിശ്വാസം പറഞ്ഞപ്പോൾ അതിനെ പുച്ഛിച്ചു തള്ളിയ ആ ധിക്കാരികളെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് ഞാൻ നശിപ്പിക്കാം, മഴാപിറക്കാം. നിങ്ങൾ വേണ്ടത്, നിങ്ങൾ സബൂറായി അവിടെ അവരുടെ കൂട്ടത്തിൽ നിൽക്കുകയാണ് വേണ്ടത് എന്ന് അള്ളാഹ് സന്ദേശം അറിയിച്ചു. പക്ഷേ ആ പ്രവാചകന് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. പ്രവാചകൻ ദുഃഖിതനായി ആ നാട്ടുകാരോട് കോപിച്ച് അവരോട് പിണങ്ങി ഇറങ്ങി പുറപ്പെട്ടു, നാട് വിട്ടു. ആ പ്രവാചകൻ നാട് വിട്ടപ്പോ പ്രവാചകന്റെ അഭാവത്തിൽ അസീരിയക്കാർ ഭയന്നു. നമ്മുടെ നേതാവ് പോയി, സംഗതി ശിക്ഷ വരുന്നത് കൊണ്ടാകാം അദ്ദേഹം നേരത്തെ ഒളിച്ചോടിപ്പോയത്, അതുകൊണ്ട് പേടിക്കണമെന്നും പറഞ്ഞ് ആ നാട്ടുകാർ ഒരു മരുഭൂമിയിലേക്ക് അവരുടെ കുഞ്ഞുങ്ങളെയും നാൽക്കാലികളെയും കൂട്ടി പുറപ്പെട്ടു. മരുഭൂമിയിൽ ആ ജനത മുഴുവൻ സംഗമിച്ചു. ഏകനായ റബ്ബിലേക്ക് അവർ കൈ ഉയർത്തി ഖേദിച്ചു മടങ്ങി. പടച്ചവനെ, നിന്റെ ദൂതൻ ഞങ്ങളുടെ അടുക്കൽ വന്നപ്പോ ഞങ്ങൾ പുച്ഛിച്ചു തള്ളിയിട്ടുണ്ട്, ശിക്ഷിക്കല്ലേ ഞങ്ങളെ, ഞങ്ങൾ ഇതാ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു. ആ ജനത ഖേദിച്ചു മടങ്ങി. അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തു, അവര് നന്നായി. പക്ഷെ പ്രവാചകൻ എവിടെയുള്ളത്? പെരുവഴിയിലാണുള്ളത്. പ്രവാചകൻ അള്ളാഹുവിന്റെ വിധി മാനിക്കാതെ, അള്ളാഹുവിന്റെ വിധി വരുന്നത് വരെ കാത്തു നിൽക്കാതെ പ്രവാചകൻ അക്ഷമനായി, നിരാശനായി, കോപിച്ചുകൊണ്ട് ആ നാട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെട്ടു. എങ്ങോട്ടാ പോയത്? അതും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. സൂറത്തു സോഫാത്തിന്റെ 39 മുതൽ 49 വരെയുള്ള വചനങ്ങൾ ആ കഥയാണ് പറയുന്നത്. യൂനുസ് നബി അലൈഹിസ്സലാം നാട് വിട്ടു പോയ കഥ. وَإِنَّ يُونُسَ لَمِنَ الْمُرْسَلِينَ إِذْ أَبَقَ إِلَى الْفُلْكِ الْمَشْحُونِ فَسَاهَمَ فَكَانَ مِنَ الْمُدْحَضِينَ
ഫൽതഖമഹുൽ ഹൂതു ഫഹുവ മുലീം ഫലൗലാ. അല്ലാഹു പറയുന്നു യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് വഇന്ന യൂനുസ ലമിനൽ മുർസലീൻ, യൂനുസ് തീർച്ചയായും മുർസലുകളിൽപ്പെട്ട ആള് തന്നെയാണ്. അദ്ദേഹത്തിൽ നിന്നൊരു കുഴപ്പം, നിരാശ വന്നിട്ട് ഇറങ്ങിപ്പോയി എന്നതുകൊണ്ട് നബി അല്ലാതിരിക്കൂല. അതൊക്കെ നമുക്ക് പഠിക്കാനാ. അള്ളാഹ് അവരിലൂടെ ഈ നിരാശ പൂണ്ട അവസ്ഥയും എന്നിട്ട് എന്താ സംഭവിച്ചൊക്കെ നമുക്ക് കാണണ്ടേ, പഠിക്കേണ്ടതിനു വേണ്ടിയാ. അല്ലാതെ പ്രവാചകന്മാർ കടുത്ത തെറ്റ് ചെയ്യുന്നത് കൊണ്ടല്ല. ഇത് അബക ഇലൽ ഫുൽകിൽ മശ്ഹൂൻ, അദ്ദേഹം യൂനുസ് നബി അലൈഹിസ്സലാം നിറക്കപ്പെട്ട ഒരു കപ്പലിലേക്ക് ഒളിച്ചോടിക്കേറി. നിറക്കപ്പെട്ട കപ്പൽ എന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് അതിന്റെ കപ്പാസിറ്റിക്കനുസരിച്ച് മാക്സിമം ചരക്കുകളും ആളുകളും ആ കപ്പലിൽ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു കപ്പൽ, നിറയെ ചരക്കും ആളുകളുമുള്ള ആ കപ്പലിലേക്ക് അദ്ദേഹം ഒളിച്ചോടിക്കേറി. ഫസാഹമ ഫകാന മിനൽ മുദ്ഹളീൻ. ഈ ഒരു അവസ്ഥയിൽ കപ്പലിലേക്ക് പോയപ്പോ ഓവർലോഡായി. ലോഡായപ്പോ സമുദ്രത്തിൽ ആ കപ്പൽ ആടി ഉലയാൻ തുടങ്ങി. അതിലുള്ള യാത്രക്കാർ പറഞ്ഞു, എന്തു പറ്റി ഈ കപ്പലിന്? ഭാരം കൂടുതലായിട്ടുണ്ടല്ലോ. നാം യാത്ര പുറപ്പെട്ടപ്പോൾ ഈ ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ലല്ലോ, ഇതിപ്പോ എന്തു പറ്റി? ഉടനെ ഫസാഹമ, അവർ നറുക്കിടാൻ തീരുമാനിച്ചു. നറുക്കിട്ടിട്ട് ആ നറുക്ക് ആർക്ക് വീഴുന്നു, ആ മനുഷ്യനെ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാമെന്ന് സമുദ്രത്തിന്റെ മധ്യത്തിൽ വെച്ച് അവർ തീരുമാനിക്കാണ്. ഫകാന മിനൽ മുദ്ഹളീൻ. അങ്ങനെ യൂനുസ് നബിയാണ് ആ നറുക്കെടുപ്പിൽ പുറത്തായത്. അള്ളാഹു പറയുന്നു. ഇബ്നു കസീർ തന്റെ തഫ്സീറിൽ ഈ ഭാഗത്ത് പറയുന്നു, ഇന്നഹു റകിബ ഫീ സഫീനത്തിൻ മഅ ഖൗമിൻ. ഒരു ജനതയോടൊപ്പം ഒരു കപ്പലിൽ യൂനുസ് നബി അലൈഹിസ്സലാം കേറി യാത്ര തുടർന്നു. ആ സമയത്ത് ഫഖാഫു അൻ യഗ്രിഖു, അതിലുള്ള ആളുകൾ മുങ്ങി നശിക്കുന്നത് പേടിച്ചു. കാരണം കപ്പൽ ആടാൻ തുടങ്ങി. ഈ അവസ്ഥയിൽ ഫഖ്തറഉ, അവർ നറുക്കെടുപ്പ് നടത്തി. ആരെ ഇതിൽ നിന്ന് പുറത്താക്കണമെന്ന് തീരുമാനിക്കാൻ നറുക്കിട്ടു. നറുക്കിട്ട ആ നറുക്ക് 3 തവണ, ഒരു തവണ വീണപ്പോ ഈ പാവൻ ചങ്ങാതി ആവല, ഇവനെ നമുക്ക് പുറത്താക്കണ്ട. രണ്ടാമതും നറുക്കിട്ടു, മൂന്നാമതും നറുക്കിട്ടു. 3 തവണയും നറുക്ക് യൂനുസ് നബി അലൈഹിസ്സലാമിന് തന്നെ വീണു. ഫകാന മിനൽ മുദ്ഹളീൻ. അവർ പറഞ്ഞു, നമ്മൾ എങ്ങനെ ഈ മനുഷ്യനെ പിടിച്ച് പുറത്തിടും? അയ്യോ വേണ്ട, നമുക്ക് പുറത്തിടണ്ടെന്ന് പറഞ്ഞു നിന്നപ്പോ ഫഖാമ യൂനുസ് നബി അലൈഹിസ്സലാം, യൂനുസ് നബി എണീറ്റിട്ട് ഫതജറദ മിൻ സിയാബിഹി, ആ ഓവർ വസ്ത്രങ്ങളൊക്കെ അഴിച്ചു. നഗ്നത മറക്കുന്ന വസ്ത്രമല്ലാത്ത വസ്ത്രങ്ങളൊക്കെ അഴിച്ചിട്ട് ഫഅൽഖാ നഫ്സഹു ഫിൽ ബഹരി, ആ കപ്പലിൽ നിന്ന് സ്വയം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. ഇബ്നു കസീർ ഉദ്ധരിക്കുന്നു. ആത്മഹത്യയുടെ വക്കോളമെത്തി. ഈ അവസ്ഥയിലെത്തി ഒരു പ്രവാചകൻ. ഈ അവസ്ഥ വന്നു, നിങ്ങൾ ആലോചിക്കണം. ഏതായാലും എന്നെ അവർ പിടിച്ചിടും, അതിന് നിൽക്കണ്ടെന്നുള്ള രീതിയിൽ ആ പ്രവാചകൻ സ്വയം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. അള്ളാഹു അതൊരു ആത്മഹത്യയാക്കി മാറ്റിയില്ല. എന്തിനു വേണ്ടി? വിശ്വാസികളായ ആളുകൾ ഇത്തരം ദുരന്തങ്ങളിൽപ്പെട്ടാൽ എങ്ങനെ രക്ഷപ്പെടണമെന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടി. സമുദ്രത്തിലേക്ക് എടുത്തു ചാടിയപ്പോ സമുദ്രത്തിലെ വലിയ ഒരു തിമിംഗലം വന്ന് ആ പ്രവാചകനെ വിഴുങ്ങിക്കളഞ്ഞു. എന്നിട്ടോ അള്ളാഹു പറയുന്നു, വലൗലാ അൻ സബ്ബഹ്നാ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അദ്ദേഹം തസ്ബീഹ് മുഴക്കിയില്ലായിരുന്നെങ്കിൽ, അദ്ദേഹം തസ്ബീഹിന്റെ വക്താവ് ആയിരുന്നില്ലെങ്കിൽ, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ, ആ വിഴുങ്ങിയ മത്സ്യത്തിന്റെ വയറിൽ ഖിയാമം വരെ താമസിക്കേണ്ട ദുർവിധി വരുമായിരുന്നു. ഖിയാമത്ത് നാൾ വരെ യൂനുസ് നബിയും മത്സ്യവും ജീവിച്ചിരിക്കും എന്ന അർത്ഥത്തിലല്ല. മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിച്ചാൽ അത് അവന്റെ ഖിയാമത്ത് നാളാണ്. മൻ മാത ഖാമത്ത് ഖിയാമത്തുഹു, അവന്റെ ഖിയാമത്ത് നാൾ അതാണ്. അപ്പൊ ഇലാ യൗമി യുബ്അസൂൻ, നാശം വരെ, മരണമടയും വരെ ആ മത്സ്യ വയറിൽ കഴിയേണ്ടിയിരുന്നേനെ. പക്ഷെ അള്ളാഹ് അനുഗ്രഹിച്ചു. അള്ളാഹു തആല ഇലാ ദാലികൽ ഹൂതി, ഇബ്നു കസീറിൽ കാണാം, ആ മീനിന് അള്ളാഹു വഹി അറിയിച്ചു. എന്താ വഹി അറിയിച്ചത്? ഫഇന്ന യൂനുസ ലൈസ ലക തുആമൻ വരിസ്ഖൻ,
ഈ മനുഷ്യൻ നിനക്ക് ഭക്ഷണമല്ല, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ എല്ലുകൾ ഒടിക്കരുത്, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും വരുത്തി തീർക്കരുത്. നിന്റെ വയർ അദ്ദേഹത്തിന് ഒരു താൽക്കാലിക ജയിലറ മാത്രമാണ്, ഭക്ഷണമല്ല, അതുകൊണ്ട് ദഹിപ്പിക്കണ്ട, എല്ലൊടിക്കണ്ട എന്ന് അള്ളാഹു വഹി അറിയിച്ചു. അള്ളാഹു വഹി അറിയിച്ചാൽ പിന്നെ മീന് പറഞ്ഞാൽ കേൾക്കൂലേ? നമ്മളിലേറെ പറഞ്ഞാൽ കേൾക്കും. അങ്ങനെ 3 ദിവസമല്ല, 7 ദിവസമല്ല, 40 ദിവസമാണ് മത്സ്യവയറ്റിൽ താമസിച്ചത് എന്നൊക്കെ അഭിപ്രായമുണ്ട്. ഏതായാലും 3 ദിവസം മിനിമം താമസിച്ചു. യുക്തിവാദികൾ ഖുർആനിന്റെ ഈ പരാമർശം ഉദ്ധരിച്ചുകൊണ്ട് ചോദ്യം ചെയ്യാറുണ്ട്, 3 ദിവസമൊക്കെ മത്സ്യവയറിൽ ഒരാൾ കിടക്കുക, ഇതിൽ വലിയ മണ്ടത്തരം, അതൊക്കെ വിശ്വസിക്കാൻ നിങ്ങളെ കിട്ടുള്ളൂ എന്ന് ചോദ്യം ചെയ്യാറുണ്ട്. യുക്തിവാദികൾക്ക് കനത്ത മറുപടി അല്ലാഹു ഈ അടുത്ത കാലത്ത് നൽകി. 19ാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ മേഖലയിൽ സംഭവിച്ച ഒരു സംഭവം, ദ സ്റ്റാർ ഓഫ് ദ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു കപ്പൽ, വലിയ കപ്പൽ, ആഴക്കടലിലേക്ക് മത്സ്യവേട്ട നടത്താൻ പോകുന്ന ആ കപ്പലിൽ നിറയെ ജീവനക്കാരുണ്ട്. അങ്ങനെ ആഴക്കടലിലേക്ക് മീൻ പിടിക്കാൻ പോയ ആ വർഗം അതാണെങ്കിൽ ഏത് നാട്ടിൽ നിന്നാണ്? ഏറ്റവും കൂടുതൽ യുക്തിവാദികളുള്ള, ഇംഗ്ലീഷ് തീരം എന്നറിയപ്പെടുന്ന യുക്തിവാദികളുടെ ഈറ്റില്ലമായ നാട്ടിൽ നിന്നാണ് ആ കപ്പൽ പുറപ്പെട്ടത്. എന്നിട്ട് അവർ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടു, മത്സ്യവേട്ടയിൽ ഏർപ്പെട്ടു. അതിനിടയിൽ 20 അടി നീളവും 5 അടി വ്യാസവുമുള്ള ഒരു വലിയ ഭീകരനായ ഒരു മത്സ്യത്തെ അവർ വേട്ടയാടി. അതിന് പരിക്ക് പറ്റിയതിനിടയിൽ അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മീൻപിടുത്തക്കാരനെ അവരുടെ എല്ലാം കൺമുന്നിൽ വെച്ച് ആ മീൻ വിഴുങ്ങി. അങ്ങനെ ബാക്കിയുള്ളവർ ആ മത്സ്യവുമായി മല്ലിട്ടു. ഒരുപാട് നേരം വേട്ട നടത്തി. അങ്ങനെ 68 മണിക്കൂർ കഴിഞ്ഞിട്ടാണത്രേ ആ മത്സ്യം ചത്തുപൊങ്ങിയത്. ഉടനെ മത്സ്യത്തെ ഓപ്പറേഷൻ ചെയ്ത് കീറിപ്പൊളിച്ചു നോക്കിയപ്പോ പകുതി ജീവനോടെ ഈ മത്സ്യവേട്ടക്കാരൻ അതിനകത്ത്. 68 മണിക്കൂർ. സാധാരണ ഒരു സംഭവം ഇങ്ങനെ ഉണ്ടായെങ്കിൽ, അസാധാരണമായ രീതിയിൽ അല്ലാഹു ഉത്തരവ് കൊടുത്താൽ, അല്ലാഹു നിർദ്ദേശിച്ചാൽ ഒരു മീൻ എത്ര കാലവും അങ്ങനെ വെക്കും. അദ്ദേഹം തസ്ബീഹ് ചൊല്ലി. അതുകൊണ്ട് നാം അദ്ദേഹത്തെ കാത്തുരക്ഷിച്ചു, അദ്ദേഹത്തെ മത്സ്യവയറിൽ നിന്ന് പുറത്താക്കി. അങ്ങനെ ഒരു മരുഭൂമിയിൽ അദ്ദേഹത്തെ നാം തള്ളി. വഹുവ സഖീം, അദ്ദേഹം വളരെ രോഗിയായിട്ടുണ്ട്. 68 മണിക്കൂർ കടന്ന ആൾക്ക് പകുതി ജീവൻ ഉണ്ടായിരുന്നാലും രക്ഷപ്പെട്ടു പോയി. എന്നാൽ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹ് പറയുന്നു, മീൻ പുറത്തു തള്ളിയ സമയത്ത് വഹുവ സഖീം, അല്ലാതെ രോഗിയായി. തഫ്സീറുകളിൽ കാണാൻ നവജാത ശിശുവിനെ പോലെ ദുർബലനായി, അല്ലെങ്കിൽ ഒരു പക്ഷിക്കുഞ്ഞ് മുട്ടയിൽ നിന്ന് വെളിയിൽ വന്ന തൂവൽ പോലും വെക്കാത്ത ഒരു ഇറച്ചിക്കഷ്ണമായ പക്ഷിക്കുഞ്ഞിനെ പോലെ ദുർബലനായി മാറി. ആ സമയത്ത് ഒന്നും കഴിക്കാൻ വയ്യ, കൈക്കാലുകൾ നീട്ടാൻ വയ്യ. അങ്ങനെ ആ സമുദ്രത്തിന്റെ കരയിൽ തള്ളപ്പെട്ടു. അള്ളാഹു പറയുന്നു, ഒരു വള്ളി വൃക്ഷത്തെ യൂനുസിന്റെ മുന്നിലേക്ക് നാം നീട്ടിക്കൊടുത്തു. യൂനുസ് നബി അലൈഹി സ്വലാം കിടക്കുന്ന ഭാഗത്തേക്ക് ഒരു വള്ളി വൃക്ഷം അങ്ങനെ അങ്ങോട്ട് ചെന്നു. ഇഷ്ടം പോലെ കായ്ക്കനികൾ, ഇഷ്ടം പോലെ ഭക്ഷണം അതിന്മേൽ തന്നെ ഉണ്ടായി. അത് കഴിച്ചു. അങ്ങനെ ആരോഗ്യം തിരിച്ചു കിട്ടി. എന്നിട്ടോ അർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 100,000-ൽ പരം ആളുകളിലേക്ക് വീണ്ടും പ്രവാചകനായി ഈ യൂനുസ് നബി അലൈഹിസ്സലാമിനെ തന്നെ നാം നിയോഗിച്ചു. അല്ലാഹു പറയാം. ഈ സംഭവമൊക്കെ കഴിഞ്ഞിട്ട് എന്താണ് അദ്ദേഹം പ്രാർത്ഥിച്ച പ്രാർത്ഥന, തസ്ബീഹ് എന്താണ്? സൂറത്തുൽ അംബിയായിൽ കാണാം, വദന്നൂനി ഇദ് ദഹബ മുഗാളിബാ ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. വദന്നൂനി, മത്സ്യവയറിൽ കിടന്ന നബിയെ നാം അനുഗ്രഹിച്ചു. ഇദ്ഹബ മുഗാളിബൻ, അദ്ദേഹം ദേഷ്യം പിടിച്ച് പുറത്തിറങ്ങിപ്പോയ സമയം നാം അനുഗ്രഹിച്ചു. ഫളന്ന അല്ലൻ നഖ്ദിറ അലൈഹി, നാം അദ്ദേഹത്തെ പിടികൂടില്ല എന്ന് അദ്ദേഹം ധരിച്ചുപോയി. അങ്ങനെ തെറ്റിപ്പോയാൽ നമ്മൾ പിടിക്കൂല എന്നാ അദ്ദേഹം വിചാരിച്ചത്. പക്ഷേ എന്തുണ്ടായി? ഫനാദാ ഫിൽ ദുലുമാത്, കൂരിരുട്ടിൽ വെച്ച് അദ്ദേഹം കെഞ്ചി പ്രാർത്ഥിച്ചു. എന്താ കൂരിരുട്ട്? സമുദ്രത്തിന്റെ അടിത്തട്ടിലെ കൂരിരുട്ട്, അതിലെല്ലാം ഉപരി മത്സ്യവയറിലെ കൂരിരുട്ട്. ഈ കൂരിരുട്ടിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു. ഫനാദാ ഫിൽ ദുലുമാതി, എന്താണ് പ്രാർത്ഥന?
അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതായിരുന്നു പ്രാർത്ഥന. മത്സ്യമയറിൽ കിടന്ന ആ പ്രവാചകൻ ഇത് തന്നെ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ സംരക്ഷകനില്ല, ആരാധ്യനില്ല. സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, നീ പരിശുദ്ധൻ തന്നെ, ഞാൻ അക്രമികളിൽ പെട്ടുപോയി, ഞാൻ കുറ്റവാളിയായി പോയി എന്നുള്ള ഈ തസ്ബീഹ് മന്ത്രം അദ്ദേഹം ആവർത്തിച്ചു കൊണ്ടിരുന്നു. അപ്പൊ എന്ത് സംഭവിച്ചു? ഫസ്തജബ്നാ ലഹു വനജ്ജയ്നാഹു മിനൽ ഗമ്മി വകദാലിക നുൻജിൽ മുഅ്മിനീൻ. മത്സ്യവയറിൽ പെട്ട് കുടുങ്ങിപ്പോയ ഈ മനുഷ്യൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അദ്ദേഹത്തെ സലാമത്താക്കുകയും വീണ്ടും വഅർസൽനാഹു ഇലാ മിഅത്തി അൽഫിൻ ഔ യസീദൂൻ, 1,00,000-ലധികം ആളുകളിലേക്ക് നബിയായി നിയമിക്കുകയൊക്കെ ചെയ്തു. അല്ലാഹു പറയുന്നു, ഈ തസ്ബീഹ് കാരണത്താൽ ഫനജ്ജയ്നാ ഫസ്തജബ്നാ ലഹു, അദ്ദേഹത്തിന് ഞാൻ ഉത്തരം നൽകി. നിരാശനായി, കോപാകുലനായി, അല്ലാഹുവിന്റെ വിധി മാനിക്കാതെ നീനുവാ നാട്ടിൽ നിന്ന് അസീരിയക്കാരോട് പിണങ്ങി ഇറങ്ങിയ യൂനുസ് നബി അലൈഹിസ്സലാം സമുദ്രത്തിലേക്ക് എടുത്തു ചാടി. എന്നിട്ടും അല്ലാഹു അദ്ദേഹത്തെ കൊണ്ടുവന്നു രക്ഷയുടെ മാർഗം കാണിച്ചു കൊടുത്തു. എന്താ രക്ഷയുടെ മാർഗം? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. പ്രതിസന്ധിയിൽ അകപ്പെട്ട് പരീക്ഷിക്കപ്പെടുന്ന ആളുകൾ ഈ തസ്ബീഹിലൂടെ രക്ഷ നേടാം, തസ്ബീഹിലൂടെ അവർക്ക് രക്ഷപ്പെടാമെന്ന് ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിച്ചു തന്നിരിക്കുക. അത് ആ മാനസിക പക്വതയോടുകൂടെ ആയിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, അതിന്റെ ആശയം ഗ്രഹിച്ചുകൊണ്ട് അതർഹിക്കുന്ന പ്രാധാന്യത്തോടുകൂടെ ഉരുവിട്ടാൽ നിങ്ങളുടെ പരീക്ഷണങ്ങളിൽ നിന്ന്, അത് നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടാണെങ്കിലും ദുശ്ചെയ്തി കൊണ്ടാണെങ്കിലും ആ പരീക്ഷണങ്ങളിൽ നിന്ന് മോചനം കിട്ടും. അല്ലാഹു പറഞ്ഞു, ഫസ്തജബ്നാ ലഹു, യൂനുസ് നബിക്ക് ഞാൻ ഉത്തരം നൽകി, അദ്ദേഹത്തെ രക്ഷപ്പെടുത്തി, വീണ്ടും നബിയായി നിയോഗിച്ചു, ഒക്കെ ഉണ്ടായി. എന്നിട്ട് അല്ലാഹു പറയുന്നതാണ് വലിയ പോയിന്റ്. ഈ പ്രഭാഷണത്തിന്റെ മെസ്സേജ് അതാണ്. എന്താണത്? വകദാലിക നുൻജിൽ മുഅ്മിനീൻ, ഇപ്രകാരം മുഅ്മിനീങ്ങളെ ഞാൻ രക്ഷപ്പെടുത്തും. ഇപ്രകാരം ഈ കഥയിൽ പറഞ്ഞത് പ്രകാരം വകദാലിക നുൻജിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ ഇതുപോലെ ഞാൻ രക്ഷപ്പെടുത്തും. അപ്പൊ നിങ്ങളിൽ ധിക്കാരം വന്നാൽ, അനുസരണക്കേട് വന്നാൽ, ദൂർത്ത് വന്നാൽ, കൊള്ളരുതായ്മ വന്നാൽ, അങ്ങനെ നിങ്ങൾ പ്രതിസന്ധിയുടെ നടുക്കയത്തിൽ നട്ടം കറങ്ങിയാൽ ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കണ്ട. ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന മഹൽ വാക്യത്തോടുകൂടെ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കാം. വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അതുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച്, ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തെക്കുറിച്ച് ആലോചിക്കരുത്. വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ആത്മഹത്യകൾ ശക്തമായ ബോധവൽക്കരണവും ഇസ്ലാമിൻ്റെ സന്ദേശവും ജനങ്ങൾ വേണ്ട പോലെ ഗ്രഹിക്കാതെ പോയതാണ് അതിൻ്റെ പിന്നിലുള്ള മർമ്മപ്രധാനമായ കാരണം. 3-4 ദിവസങ്ങൾക്ക് മുമ്പ് ഉമ്മയോട് പിണങ്ങിയതിൻ്റെ പേരിൽ 16 വയസ്സായ ഒരു മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവം നിങ്ങൾ പത്രങ്ങളിലൂടെ വായിച്ചു കാണും. നിസാരമായ കാര്യങ്ങൾക്ക് ഉമ്മയോട് പിണങ്ങിയതിന്, ഉപ്പയോട് തർക്കിച്ചതിന്, അവരാഗ്രഹിച്ചതുപോലെ അവർക്ക് മുന്നോട്ട് പോകാൻ അനുവാദം കിട്ടാത്ത കാരണത്താലൊക്കെ കൗമാരപ്രായക്കാർ പോലും, ഈ മതത്തിൻ്റെ അനുയായികളിൽ നിന്നുപോലും ആത്മഹത്യകൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഖുർആനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമ്മോട് പഠിപ്പിച്ചു തന്ന ആ ഗുണപാഠങ്ങൾ ലോകർക്ക് മുമ്പിൽ വിശദമാക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇത്രയും നീണ്ട രീതിയിൽ ഈ വിഷയകമായി ഇവിടെ വിവരിച്ചത്. അതുകൊണ്ട് ഇന്ന് ആത്മഹത്യയെക്കുറിച്ച് ഏതാനും ചില കാര്യങ്ങൾ കൂടെ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഈ വിഷയം ഇൻഷാ അല്ലാഹ് ഇന്ന് അവസാനിപ്പിക്കും. അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് മറ്റു വിഷയങ്ങളിലേക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, ജീവിത ക്ലേശങ്ങളിൽ, പ്രതിസന്ധികളിൽ തകരാതെ
കരുത്തോടുകൂടെ ക്ഷമയോടുകൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ അനുഗ്രഹം പ്രതീക്ഷിച്ച് കാത്തിരിക്കണമെന്നാണ് ഇസ്ലാം നൽകുന്ന ഗുണപാഠം. വിപത്തുകളിൽ നാം ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഭൗതിക ഫലം ഒന്ന് തന്നെ. അക്ഷമ കാണിച്ചതുകൊണ്ട്, പൊറുതികേട് കാണിച്ചതുകൊണ്ട് ആ വിപത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടില്ലല്ലോ. അതുകൊണ്ട് ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും ഭൗതിക ഫലം ഒന്ന് തന്നെ. ഒന്നു തന്നെ എന്ന് പറഞ്ഞുകൂടാ. അക്ഷമ അസ്വാസ്ഥ്യം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും. ക്ഷമയും സഹനവും മനഃശാന്തിയാണ് സമ്മാനിച്ചു കൊണ്ടിരിക്കുക. നമ്മളെല്ലാവരും, ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും, ഈ ലോകത്തുള്ള എല്ലാവരും നമ്മുടേതെന്ന് നാം അവകാശപ്പെടുന്നതൊക്കെയും, നമ്മളും നമ്മുടേതെന്ന് നാം അവകാശപ്പെടുന്നതൊക്കെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ സൃഷ്ടികളാകുന്നു. അവനാണല്ലോ ഉടമസ്ഥൻ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. 100ഉം 200ഉം വർഷങ്ങൾക്ക് മുമ്പ് നാം എവിടെയായിരുന്നു? നാം എങ്ങനെയായിരുന്നു? നാം ഏത് രൂപത്തിലായിരുന്നു? ആർക്കും അറിയില്ല. പിറകെ നാം ഇപ്രകാരം ഭൂമിയിൽ വന്നു. ഭൂമിയിൽ വന്നത് നമ്മുടെ ആരുടെയെങ്കിലും ആഗ്രഹപ്രകാരമോ ശ്രമപ്രകാരമോ ആണോ? ഞാൻ കൊതിച്ചിട്ടുണ്ടായിരുന്നോ ഞാൻ ഭൂമിയിൽ വരണമെന്ന്? എന്റെ ഭൂമിയിലേക്കുള്ള യാത്രയുടെ പിന്നിൽ എന്റേതായ വല്ല അധ്വാനവുമുണ്ടോ? മാതാപിതാക്കൾ നിമിത്തമായി എന്നല്ലാതെ ഈ വരുന്ന ആൾക്ക് എന്ത് റോളാണുള്ളത്? നമ്മുടെ നാടും വീടും ദേശവും ഭാഷയും കാലവും കോലവും കുലവും ലിംഗവും എല്ലാം നിർണയിച്ചതിന്റെ പിന്നിൽ, നിശ്ചയിച്ചതിന്റെ പിന്നിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അല്ലാതെ മറ്റാരാണുള്ളത്? ഇത്തരം കാര്യങ്ങളിലൊക്കെ നിർണയിച്ചതിന്റെ പിന്നിൽ ആർക്കാണ് പങ്കുള്ളത്? ആർക്കും പങ്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹിതമനുസരിച്ച് അങ്ങ് വിധിച്ചു. ആ വിധിപ്രകാരം ഈ പ്രപഞ്ചത്തിൽ ഇതുപോലെയൊക്കെ ഉണ്ടായി എന്ന് മാത്രം. നമ്മുടെ കാര്യങ്ങളിൽ പോലും നമുക്ക് നിയന്ത്രണാധികാരമില്ലല്ലോ. നാം നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ വസ്തുക്കൾ എന്ന് പറയുന്ന വിഷയങ്ങളിൽ വരെ നമുക്ക് നിയന്ത്രണമില്ലല്ലോ. നമ്മുടേതെന്ന് നാം അവകാശപ്പെടുന്ന ആ അവകാശവാദം തന്നെ തികച്ചും തെറ്റാണ്. കാരണം കാര്യങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലായിരുന്നെങ്കിൽ, നാം നിയന്ത്രിക്കുന്നത് പോലെ നമ്മുടെ ചുറ്റുപാടും കാര്യങ്ങളും ചലിക്കുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് രോഗങ്ങളോ വേദനകളോ മരണമോ ഭവിക്കില്ലായിരുന്നു. ഉണ്ടാവൂല. കാരണം ഇവകളൊന്നും ഉണ്ടാകണമെന്ന് ആരും അറിഞ്ഞുകൊണ്ട് കൊതിക്കില്ലല്ലോ. എന്നാൽ രോഗങ്ങളും വേദനകളും മരണങ്ങളും ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവകളൊക്കെ അവകളുടെ സമയങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ നിന്നെല്ലാം ബുദ്ധിയുള്ള മനുഷ്യർക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? ഉടമാവകാശം റബ്ബുൽ ഇസ്സത്തിന് മാത്രമാകുന്നു. നമ്മുടെ ഉടമാവകാശം, നമ്മുടെ സകലതിന്റെയും ഉടമാവകാശം അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന് മാത്രമാകുന്നു. പിന്നെ നമുക്കുള്ളതെന്താ? നിയന്ത്രിതമായ ഉപയോഗാനുമതി മാത്രമേ നമുക്കുള്ളൂ. നിയന്ത്രിതമായ ഉപയോഗാനുമതി, അത് ഉപയോഗിക്കാനുള്ള ഒരു അനുവാദം, അത് മാത്രമേ അല്ലാഹു നമുക്ക് തന്നിട്ടുള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അതുകൊണ്ട് തന്നെ ജീവിതവും ആയുസ്സും ആരോഗ്യവും എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് ഉടമസ്ഥനായ റബ്ബിന്റെ നിയമത്തിനനുസൃതമായിട്ടേ തീരുമാനിക്കാൻ പാടുള്ളൂ. നമ്മുടെ ആ ജീവിതം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ ആയുസ്, ഇത് ഏത് രീതിയിലാണ് ഉപയോഗിക്കേണ്ടത്? ഉടമസ്ഥനായ അള്ളാഹുവിന്റെ വിധിപ്രകാരം, താല്പര്യപ്രകാരം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതാണ് അള്ളാഹു പഠിപ്പിച്ചിരിക്കുന്നതും. സൂറത്തുൽ അഅറാഫിന്റെ 54-ാമത്തെ ആയത്തിൽ കാണാം, ഇന്ന റബ്ബകുമുല്ലാഹ്, വാസ്തവത്തിൽ യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ സംരക്ഷകൻ അല്ലാഹു മാത്രമാണ്.
നിങ്ങൾ ഒരു പക്ഷേ ധരിച്ചിട്ടുണ്ടാകണം, വിചാരിച്ചിട്ടുണ്ടാകണം, നാം ജീവിക്കുന്നതും നാം സൗകര്യങ്ങൾ അനുഭവിക്കുന്നതും എൻ്റെ ആരോഗ്യം കൊണ്ടാണ്, എൻ്റെ സമ്പത്ത് കൊണ്ടാണ്, എൻ്റെ വ്യവസായ ശൃംഖല കൊണ്ടാണ്, എൻ്റെ സമ്പാദ്യം കൊണ്ടാണ്, എൻ്റെ കുടുംബത്തെ കൊണ്ടാണ്, എൻ്റെ കൂട്ടുകാരെ കൊണ്ടാണ്, എൻ്റെ സമൂഹത്തെ കൊണ്ടാണ്, അവകളെ കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നതെന്ന മൂഢമായ ധാരണ നിങ്ങൾക്കുണ്ടെങ്കിൽ അള്ളാഹു ഇടയ്ക്കിടെ ആ ധാരണയെ പൊളിച്ചെഴുതുന്നു, ഇടയ്ക്കിടെ ആ ധാരണ തിരുത്തുന്നു. ഇന്ന റബ്ബകുമുല്ലാഹ്, നിശ്ചയം നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ സംരക്ഷകൻ അല്ലാഹു മാത്രമാണ്. ഈ ബോധത്തിൽ നിന്ന് നാം വ്യതിചലിക്കരുത്. ഈ ശക്തമായ ബോധത്തിൽ നിന്ന് നാം ഒരിക്കലും വ്യതിചലിക്കരുത്. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം, നിങ്ങളുടെ സംരക്ഷകനായ ഉടമസ്ഥനായ നാഥൻ ആരാണെന്നറിയുമോ? 6 ദിനങ്ങൾ കൊണ്ട് വാനലോകങ്ങളെയും ഭൂമിയെയും സംവിധാനിച്ചവനാണവൻ, പടച്ചവനാണവൻ. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം, 6 ദിവസം മാത്രമാണ് അതിന് അല്ലാഹു ഉപയോഗപ്പെടുത്തിയത്. അതും അല്ലാഹുക്ക് ആവശ്യമില്ല. സൃഷ്ടികൾക്ക് ചില ഗുണപാഠം നൽകാൻ വേണ്ടി ഏതൊരു കാര്യത്തിൽ ഇറങ്ങുമ്പോഴും ആലോചിച്ച് സാവകാശം വേണം. പലരും വീടൊക്കെ തട്ടിക്കൂട്ടിയിട്ട് പറയല്ലോ, അയ്യയ്യേ ഇത് പ്ലാൻ ശരിയായില്ല, ഉദ്ദേശിച്ചതുപോലെ ബെഡ്റൂം ഉണ്ടായില്ല, അല്ലെങ്കിൽ ഓവറായിപ്പോയി അല്ലേ. ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കാൻ അല്ലാഹു ആദ്യമായി നമ്മെ പടക്കുന്നതിന്റെ മുമ്പ് മലക്കുകളോട് മുശാവറ നടത്തിയല്ലോ. വല്ല കാര്യമുണ്ടോ അല്ലാഹുക്ക്? നമ്മെ പഠിപ്പിക്കാൻ. അല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തതി അയ്യാം, 6 ദിനം കൊണ്ട് ആകാശലോകങ്ങളെയും ഭൂമിയെയും അവൻ പടച്ചു. അങ്ങനത്തെ നാഥനാണ് നിങ്ങളുടെ സംരക്ഷകൻ. ثم استوى على العرش يغشي الليل النهار يطلبه حثيثا, ആകാശഭൂമികളുടെ പടപ്പ് കഴിഞ്ഞപ്പോ, സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോ അല്ലാഹു അവന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി. അതെങ്ങനെ ഇരുന്നത്? അല്ലാഹു അഅലം. അല്ലാഹുവിന്റെ സിംഹാസനം, ആ സിംഹാസനത്തിലുള്ള അല്ലാഹുവിന്റെ പ്രത്യക്ഷപ്പെടൽ എങ്ങനെ? മുഫസ്സിറുകളൊക്കെ തടി ഒഴിവാക്കുകയാണ് അവിടെ ചെയ്തത്. അല്ലാഹു അഅലം. അള്ളാഹിന്റെ എങ്ങനെയാ ഇരിപ്പെന്ന്? ഇസ്തിവാഉൻ യലീഖു ബിഹി, അള്ളാഹുക്ക് ചേർന്ന ഒരു സിംഹാസനത്തിലുള്ള ഇരിപ്പ്. യുഗ്ശിൽ ലൈലൻ നഹാർ, അവൻ രാത്രി കൊണ്ട് പകലിനെ പൊതിഞ്ഞു, രാവാണെങ്കിൽ പകലിനെ തേടുന്നു. അത് രണ്ടും പരസ്പരം കെട്ടിപ്പിടിച്ച അവസ്ഥയിലാണ് രാവും പകലുകളും. രാപ്പകലുകളെ അല്ലാഹു സംവിധാനിച്ചത് അങ്ങനെയാണ്. വശംസ വൽ ഖമറ വൻ നുജൂമ മുസഖറാത്തിൻ ബിഅംരി, അല്ലാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അത്ഭുതങ്ങളുള്ള, ഒരുപാട് അത്ഭുതം പ്രകടമാകുന്ന, റബ്ബിന്റെ ഖുദ്റത്ത് പ്രകടമാകുന്ന സൂര്യൻ എന്ന സൃഷ്ടി, ആ സൂര്യനെയും ചന്ദ്രനെയും കോടാനുകോടി നക്ഷത്രങ്ങളെയും അല്ലാഹു പടച്ചു. മുസഖറാത്തിൻ ബിഅംരി, അത്ഭുതമായ അത്ഭുതങ്ങളായ ആ സൃഷ്ടിജാലങ്ങളൊക്കെ തന്നെ മുസഖറാത്തിൻ ബിഅംരി, റബ്ബിന്റെ ആജ്ഞാനുവർത്തികളാകുന്നു. അള്ളാന്റെ ആജ്ഞാനുവർത്തികളാണ് ആ സൃഷ്ടികളൊക്കെ തന്നെ. സൂര്യനും ചന്ദ്രനും കോടാനുകോടി നക്ഷത്രങ്ങളൊക്കെ തന്നെ റബ്ബിന്റെ ആജ്ഞാനുവർത്തികളാകുന്നു. ഇത്ര പറഞ്ഞിട്ട് അല്ലാഹ് പറയാൻ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അലാ ലഹുൽ ഖൽഖു വൽ അംർ, അലാ അറിയണം, മാനവരെ അറിയണം, മനുഷ്യരെ അറിയണം, ഖുർആനിൽ വിശ്വസിച്ചവരെന്ന് അവകാശപ്പെടുന്നവരെ അറിയണം. ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിക്കാനും കൽപ്പിക്കാനും അധികാരം ആ അല്ലാഹുവിന് മാത്രമാകുന്നു. നിങ്ങളുടെ നാഥൻ സംരക്ഷകൻ അല്ലേട്ടോ, ആ അല്ലാഹ് മോശക്കാരനല്ല, ഇതൊക്കെ പടച്ച് സംവിധാനിച്ചവനാണ് അവൻ. അലാ ലഹുൽ ഖൽഖു വൽ അംർ, സൃഷ്ടിക്കാനും കൽപ്പിക്കാനും ശാസിക്കാനും അവകാശം അവനു മാത്രമാകുന്നു. തബാറക്കല്ലാഹു റബ്ബുൽ ആലമീൻ, സർവലോക രക്ഷിതാവായ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങളുടെ ഉടമയാകുന്നു. പരിശുദ്ധ ഖുർആൻ. അപ്പൊ സൃഷ്ടിക്കാനും കൽപ്പിക്കാനും
അവകാശവും അധികാരവും അള്ളാഹുവിനാണ്. അതുകൊണ്ട് തന്നെ മരിപ്പിക്കാനുള്ള അധികാരവും അള്ളാഹുവിന് തന്നെ, അള്ളാഹുവിന്റെ ആഭ്യന്തരമാകുന്നു അത്. ഖുർആൻ പഠിപ്പിച്ച ഈ പരമസത്യം അംഗീകരിക്കുന്ന ആരും തന്നെ ക്ലേശങ്ങൾ കാരണത്താൽ ജീവിതത്തെ വെറുക്കുകയില്ല, ആത്മഹത്യയെ കുറിച്ച് ആലോചിക്കുകയില്ല. ഖുർആൻ പഠിപ്പിച്ച ഈ പരമസത്യം ഗ്രഹിച്ച ആരും തന്നെ കുറച്ച് ബുദ്ധിമുട്ട് വരുമ്പോഴേക്ക് പടച്ചോനെ വേണ്ട റബ്ബേ എന്ന് പറഞ്ഞിട്ട് അക്ഷമനാവുകയില്ല, ജീവിതം അവസാനിപ്പിക്കുന്ന വിഷയം ചിന്തിക്കുകയുമില്ല. അങ്ങനെയൊക്കെ ആരാ ചിന്തിക്കുക? ശരീരവും ജീവനും ജീവിതവും എന്റേതാകുന്നു, എന്റേത് സ്വന്തം. എന്റെ ശരീരം, എന്റെ ജീവൻ, എന്റെ ജീവിതം, ഇതൊക്കെ എന്റേതാ. അത് ഞാൻ ഉദ്ദേശിച്ച മാർഗങ്ങളിൽ ഉപയോഗപ്പെടുത്തുമെന്ന അവകാശവാദമുള്ള കള്ളക്കാഫിറുകൾ ഏത് മുസ്ലിം നാമധാരിയാണെങ്കിലും അത്തരക്കാർ മാത്രമേ ജീവിതം വെറുത്ത് ജീവിതം അവസാനിപ്പിക്കുന്ന വിഷയം ചിന്തിക്കുകയുള്ളൂ. അതുകൊണ്ട് ആത്മഹത്യ കടുത്ത പാപമാകുന്നു. ഒരർത്ഥത്തിൽ അത് കുഫറിൽ ചെന്നെത്തിക്കുന്ന, സത്യനിഷേധത്തിൽ ചെന്നെത്തിക്കുന്ന ഗുരുതരമായ അപരാധമാകുന്നു, പാകപ്പിഴവാകുന്നു. മനുഷ്യനും മനുഷ്യജീവനും ആദരിക്കപ്പെട്ടിരിക്കുന്നു, അള്ളാഹു ആദരിച്ചിരിക്കുന്നു. ആ പവിത്രത തകർത്തവനെ കൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആൻ. മനുഷ്യജീവൻ പവിത്രമാണ്. ഈ പവിത്രത തകർക്കുന്നവൻ ആരാണെങ്കിലും അവനെ കൊല്ലണം ഖുർആൻ. അതെ, കൊലയാളി വധിക്കപ്പെടണം. കാരണം എന്തേ? അവൻ മനുഷ്യജീവന് വില കൽപ്പിച്ചില്ല. കൊന്നവനെ കൊല്ലണം, അവൻ മനുഷ്യജീവന് വില കൽപ്പിച്ചില്ല, അതുകൊണ്ട് തന്നെ അവൻ മരിക്കണം. അത്തരക്കാര് കൊല്ലുന്നതിലൂടെ ലോകത്ത് മരണമല്ല ഉണ്ടാകുന്നത്, ജീവിതമാണ്. ഒരു കൊലയാളിയെ വകവരുത്തുന്നതിൽ മരണമില്ല, നാശമില്ല, പിന്നെ എന്താ ഉള്ളത്? ജീവിതം. ഖുർആൻ പറഞ്ഞതാ. സൂറത്തുൽ ബഖറയുടെ 179 ആയത്തിൽ കാണാ, വലകും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ് ലഅല്ലകും തത്തഖൂൻ. വലകും ഫിൽ ഖിസാസി, പ്രതിക്രിയയിൽ, കൊന്നവനെ തിരിച്ചു കൊല്ലുന്നതിൽ നിങ്ങൾക്കുണ്ട്. എന്താ ഉള്ളത്? ഹയാത്തുൻ, സ്വസ്ഥമായ ജീവിതമുണ്ട്. യാ ഉലിൽ അൽബാബ്, ബോധമുള്ളവരെ, ബുദ്ധിയുള്ളവരെ. ഖുർആൻ പറയാ. അള്ളാഹു അന്നൊന്നും ഇതിനെ എതിർക്കുന്ന, ഈ നിയമത്തെ എതിർക്കുന്ന ആരും ഉണ്ടായിരുന്നില്ല, ഇന്നുണ്ടല്ലോ. അപ്പൊ അള്ളാഹ് അന്ന് ബുദ്ധിയുള്ളവരെ എന്ന് വിളിച്ച് പറയാൻ കാര്യം എന്താന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലായി. ഇപ്പൊ നമുക്കത് ഗ്രഹിക്കാൻ പറ്റും. ലോകത്ത് കൊലപാതകങ്ങൾ വർദ്ധിച്ചതിന്റെ പിന്നിലുള്ള പ്രധാന കാരണം കൊലയാളികൾക്ക് മാപ്പ് ലഭിക്കുന്നു എന്നതാണ്. കൊലയാളികൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നു, ഏതാനും വർഷങ്ങൾ ജീവപര്യന്തം എന്ന പേരിൽ തടവിൽ സുഖവാസം. ഇപ്പോഴത്തെ ജയിൽ മന്ത്രി എന്താ പറഞ്ഞത്? നമുക്ക് തടവുകാർക്ക് ഫോൺ സൗകര്യം കൂടി ഉണ്ടാക്കി കൊടുക്കാം, എന്നാ പിന്നെ കെട്ടിയോളോടും സംസാരിക്കാമല്ലോ, അല്ലെ? ഈ അവസ്ഥയിലാണ്. വളരെ സുഖവാസം. അവിടുന്ന് വന്നാ പിന്നെ ആ പണി ചെയ്യരുത് എന്ന് ഒരിക്കലും തോന്നൂല, ആ അവസ്ഥയിൽ. പരിശുദ്ധ ഇസ്ലാം എന്താ പറയുന്നത്? മനുഷ്യജീവന് ലോകത്തൊരുപാട് രാജ്യങ്ങൾ, ഭൂരിഭാഗം രാജ്യങ്ങളും വധശിക്ഷ റദ്ദാക്കി നിയമം കൊണ്ടുവന്നു. വധശിക്ഷ വേണ്ട, മനുഷ്യൻ എത്ര വലിയ കുറ്റവാളിയാണെങ്കിലും കൊല്ലണ്ട. മനുഷ്യജീവന് വില കൽപ്പിക്കാത്തവൻ, മനുഷ്യജീവനെ മാനിക്കാത്തവന്റെ ജീവനെ മാനിച്ചാൽ, അവന്റെ ജീവിതം മാനിച്ചാൽ, വാസ്തവത്തിൽ അത്തരക്കാർ ചെയ്യുന്നത് അവരുടെ മടിത്തട്ടിൽ വിഷപ്പാമ്പുകളെ വളർത്തുകയാണ് ചെയ്യുന്നത്. ഒരു കൊലയാളിക്ക് സംരക്ഷണം നൽകിയാൽ, ഒരു കൊലയാളിയെ രക്ഷപ്പെടുത്തിയാൽ, അക്കാരണത്താൽ ഒരുപാട് നിരപരാധികളുടെ ജീവിതം അപായത്തിലാകും, അപകടത്തിലാകും. അതുകൊണ്ടാണ് അല്ലാഹു പറഞ്ഞത്, വലക്കും ഫിൽ ഖിസാസി ഹയാതുൻ യാ ഉലിൽ അൽബാബ്. തലച്ചോറുള്ളവരെ, ബുദ്ധിയുള്ളവരെ, പ്രതിക്രിയയിലൂടെ നിങ്ങൾക്ക് സ്വൈര്യമായ, സ്വസ്ഥമായ ജീവിതമാണ് ലഭിക്കുക. ഇക്കാലത്ത് പരക്കെ കേൾക്കുന്ന ഒരു കാര്യമാണ് വധശിക്ഷ നിരർത്ഥകവും മനുഷ്യത്വരഹിതവുമാണ്. എന്തേ കാര്യം? എന്താ കാരണം? മനുഷ്യത്വരഹിതം, നിരർത്ഥകം, വിഡ്ഢിത്തം. ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാല്
കുറ്റവാളിയെ നശിപ്പിക്കുകയല്ല വേണ്ടത്, ഉദ്ധരിക്കുകയാണ് വേണ്ടത്. നല്ല വാദാണ്. കുറ്റവാളിയെ നശിപ്പിക്കുകയല്ല വേണ്ടത്, സമുദ്ധരിക്കുകയാണ് വേണ്ടത്, നന്നാക്കുകയാണ് വേണ്ടത്. ശരിയാണ്, നന്നാക്കുകയാണ് വേണ്ടത്. പക്ഷെ അത് കുറ്റം ചെയ്യുന്നതിന്റെ മുമ്പ് വേണം. കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അത് ലോകനീതിയാണ്. ലോകനീതിയാണ്. ലോകം അംഗീകരിക്കുന്ന വസ്തുത. കുറ്റക്കാരൻ ശിക്ഷാർഹനാണ്, അല്ലേ? അതെല്ലാവരും അംഗീകരിക്കുന്നുണ്ട്. മോഷണം നടത്തിയവന്റെ മോഷ്ടാവിന്റെ കരം ഛേദിക്കണമെന്ന ഇസ്ലാമിന്റെ ശരീഅത്തുൽ ഇസ്ലാമിന്റെ സുന്ദര നിയമത്തെ പലരും ലോകത്ത് പരിഹസിച്ചു. എന്നിട്ടോ അവർക്കൊരു ബദൽ സംവിധാനം പറഞ്ഞു തരാനില്ല. ഇന്ന് ലോകത്ത് കൊള്ളയും പിടിച്ചുപറിവും കളവും സർവ്വസാധാരണമാണ്. ഇതിൽ നിന്ന് സമൂഹത്തെ എങ്ങനെ രക്ഷപ്പെടുത്തണമെന്ന് ഗവൺമെന്റുകളും ഭരണാധികാരികളും കൂലങ്കഷമായി ചിന്തിച്ചിട്ട് ഒരു പരിഹാരമില്ല. ഒരു പരിഹാരവും കണ്ടെത്താൻ പറ്റുന്നില്ല. പ്രമുഖ ഇറാനി പണ്ഡിതനായ മുർത്തദ മുത്തഹരി അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിൽ ഒരു സ്ഥലത്ത് എഴുതി വെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കാലത്ത് ഏതാനും ഒരു ഏകദേശം 50 വർഷം മുമ്പ് ഹജ്ജിന് പോയ ആളുകൾക്കറിയാം അവരുടെ അനുഭവം. ഇപ്പൊ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ 60 വർഷം മുമ്പ് അല്ലെങ്കിൽ 70 വർഷം മുമ്പൊക്കെ ഹജ്ജിന് പോയ ഹാജിമാർ മക്കയിലേക്കുള്ള വഴികളിൽ മുഴുവൻ കൊള്ളക്കാർ, പിടിച്ചു പറിക്കാർ, കളവും കൊള്ളയും പിടിച്ചുപറിയും സർവ്വസാധാരണ സംഭവമാണ്. അന്നൊക്കെ ഹാജിമാർ മക്കയിലേക്കുള്ള വഴികളിൽ സഞ്ചരിക്കുന്നത് എങ്ങനെയാണ്? കൂട്ടം കൂട്ടമായി മാത്രം, അല്ലെങ്കിൽ സായുധ പോലീസിന്റെ ശക്തമായ പ്രൊട്ടക്ഷൻ ഇല്ലാതെ ഹാജിമാർക്ക് ഒറ്റക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു പഴയ കാലത്ത്. എന്നിട്ട് പോലും ഹാജിമാർ കൊള്ളയടിക്കപ്പെട്ടു. പോലീസിന്റെ നിരീക്ഷണം ഉണ്ടായിട്ട് പോലും ഉടനെ സൗദി ഗവൺമെന്റ് ഏതാനും മോഷ്ടാക്കളുടെ കൈവെട്ടി. അതോടെ ആ കുറ്റകൃത്യത്തിൽ ഒരുപാട് കുറവ് വന്നു. ഇന്നും ആനുപാതികമായി മറ്റു രാജ്യങ്ങളുടെ അത്ര കളവും പിടിച്ചുപറിയും കൊള്ളയും സൗദിയിൽ ഇല്ല. ഉണ്ട്, ഇല്ല, തീരെ ഇല്ല എന്നല്ല. നമ്മുടെ ഇവിടെ എന്നുണ്ടല്ലോ 70 പവൻ മോഷ്ടിച്ചു, ഇത്ര രൂപ, ബാങ്ക് വരെ കുത്തി തുറന്നു, ഇങ്ങനെ എന്നും മോഷണക്കഥ വല്ലപ്പോഴൊക്കെ കേൾക്കുള്ളൂ. എന്തേ കാരണം? അള്ളാഹുവിന്റെ നിയമം ശരീഅത്തുൽ ഇസ്ലാം എന്നും എവിടെയും എപ്പോഴും പ്രായോഗികമാകുന്നു. അത് മാനവരാശിക്ക് സമാധാനം സമ്മാനിക്കുന്ന കാര്യമാകുന്നു. അതുകൊണ്ട് ജീവന് വില കൽപ്പിച്ച മതം ഇസ്ലാം. അതുകൊണ്ടാണ് കൊന്നവനെ കൊല്ലണമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. അള്ളാഹു പറഞ്ഞല്ലോ, നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കരങ്ങളെ കൊണ്ട് നിങ്ങളുടെ നാശം ഉണ്ടാക്കി തീർക്കരുത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കൈ കൊണ്ട് നിങ്ങളെ നശിപ്പിക്കരുത്. നിങ്ങൾ നന്മ ചെയ്യണം. നിങ്ങൾ ഉള്ള അവസ്ഥയിൽ നന്മ ചെയ്യണം. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും ഐശ്വര്യമാണെങ്കിലും ആരോഗ്യമാണെങ്കിലും രോഗമാണെങ്കിലും ഉള്ള നിലവാരത്തിൽ നിന്നുകൊണ്ട് നിങ്ങൾ നന്മ ചെയ്യുക. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സൂറത്തുൽ ബഖറ 195-ാമത്തെ സൂക്തം. വലാ തുൽഖൂ ബിഐദീകും ഇലത്തഹ്ലുക. നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ കൊണ്ട് നിങ്ങളുടെ നാശം ഉണ്ടാക്കി തീർക്കരുത്, ആത്മഹത്യ ചെയ്യരുത്. വഅഹ്സിനൂ, നിങ്ങൾ എപ്പോഴും ഇഹ്സാൻ ചെയ്യണം. നിങ്ങളുടെ ഉള്ള സൗകര്യം വെച്ച് നിങ്ങൾ നന്മ ചെയ്യാം. എങ്കിൽ അള്ളാഹുവിന്റെ പ്രീതി നിങ്ങൾക്ക് കരഗതമാക്കാം, സമ്പാദിക്കാം. മതവിശ്വാസം കൊണ്ടല്ലാതെ, യഥാർത്ഥ ഈശ്വര വിശ്വാസം കൊണ്ടല്ലാതെ ആത്മഹത്യയിൽ നിന്ന്, സ്വയം മരണത്തിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ ആർക്കും സാധ്യമല്ല. ഇത് ലോകത്തെ ബുദ്ധിജീവികളൊക്കെ തെളിയിച്ചതാണ്. ഷേക്സ്പിയറിന്റെ പ്രധാന കഥാപാത്രം ഹാംലെറ്റ് എന്ന് പറയുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിന്റെ കൃതിയിലെ പ്രധാന കഥാപാത്രം ഹാംലെറ്റ്. ജീവിതത്തിൽ കടുത്ത നിരാശ അനുഭവപ്പെട്ട ഹാംലെറ്റ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു. ഇനിയിപ്പോ മരിക്കുക നല്ലത്. ഒരു സന്ദേശം ലോകത്തിന് പഠിപ്പിക്കുകയാണ് ആ ചിന്തകൻ. ആ ചിന്ത ഖുർആനിന് വളരെയധികം യോജിച്ചതാണെന്നത് കൊണ്ടാണ് അത് ഇവിടെ വിവരിക്കുന്നത്. മരിച്ചാ മതി എന്ന് ഈ ഹാംലെറ്റ് ചിന്തിച്ചു. ഉടനെയാണ് അദ്ദേഹത്തിനൊരു ബോധം വന്നത്, ആത്മഹത്യ അരുതാത്ത കാര്യമാണല്ലോ. മരിക്കാൻ കൊതിച്ച ഹാംലെറ്റ് സ്വയം ഉരുകിത്തീർന്നെങ്കിൽ എന്ന് കൊതിച്ചു. ദൈവം ആത്മഹത്യയെ വിലക്കിയിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ഖേദിച്ചുകൊണ്ട് പറഞ്ഞു.
ആത്മഹത്യ കടുത്ത ദൈവധിക്കാരമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാൾ അതിൽ നിന്ന് പിന്മാറിയ കഥയാണ് ഷേക്സ്പിയർ ലോകത്തിന് പഠിപ്പിക്കുന്നത്. എന്ന് വെച്ചാൽ ശക്തമായ ഈശ്വര വിശ്വാസം കൊണ്ടല്ലാതെ ഈ ദുരന്തത്തിൽ നിന്ന് ഒരാളെയും രക്ഷിക്കാൻ സാധിക്കില്ല എന്ന ഗുണപാഠം. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചില ഹദീസുകൾ പരിശോധിക്കാം. ആത്മഹത്യ ചെയ്തവന്റെ ഭൗതിക ജീവിതം, ഈ ലോക ജീവിതം തകർന്നു, പറയേണ്ട കാര്യമില്ല, തകർന്നു. അത്തരക്കാർക്ക് ആഖിറത്തിൽ അല്ലാഹു എന്താണ് ഒരുക്കി വച്ചിരിക്കുന്നതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മൊത്തത്തിലല്ല, വിശദമായി വളരെ വിവരിച്ച് പറഞ്ഞു തന്നിരിക്കുകയാണ്. ഹദീസിൽ വളരെ വിശദീകരിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിച്ചത്. നബി ആവശ്യമില്ലാത്തത് പറയില്ലല്ലോ, അളന്ന് മുറിച്ചേ പറയുള്ളൂ. നമ്മെപ്പോലെ ആവശ്യമുള്ളത് ഇല്ലാത്തതും പറയില്ല, വളരെ ആവശ്യമുള്ളത് മാത്രം കറക്റ്റായിട്ട്. അതെന്നെ മുഖ്തസറാണ് ഖുർആനും ഹദീസൊക്കെ എന്ന് പറയല്ലോ പണ്ഡിതന്മാർ. എന്താ മുഖ്തസർ എന്ന് പറഞ്ഞാൽ? ഖല്ല ലഫ്ളുഹു വകസുറ മഅനാഹു. വാചകം കുറവാണ്, ആശയം ഒരുപാട് വ്യാപ്തിയുണ്ട്, അതാ മുഖ്തസർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്നാബാക്കി തന്നെ നീട്ടി പരത്തി തന്നെ പറയാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, മുസ്തഫായ നബി തങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു, മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു. മൻ തറദ്ദാ മിൻ ജബലിൻ ഫഖതല നഫ്സഹു. ഒരാൾ ഒരു പർവ്വതത്തിന്റെ മുകളിൽ കയറി, എന്നിട്ട് ആ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി, ഫഖതല നഫ്സഹു, അങ്ങനെ ആത്മഹത്യ ചെയ്തു, സ്വയം മരിച്ചു. എന്നാൽ ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദാ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. മുത്തഫഖുൻ അലൈഹി. ഒരാൾ ഉയർന്ന ഒരു സ്ഥലത്ത് പർവ്വതത്തിന് മുകളിൽ കയറി താഴേക്ക് ചാടിയാൽ ഫഹുവ ഫീ നാരി ജഹന്നം, അവൻ നരകത്തിലാണ്. നരകത്തിലാണെന്ന് മാത്രമല്ല, അള്ളാഹു അത്തരക്കാർക്ക് വേണ്ടി നരകത്തിൽ ഒരു പർവ്വതം ഒരുക്കിയിരിക്കുന്നു. യതറദ്ദാ ഫീഹി, ആ നരകത്തിൽ അള്ളാഹു ഒരുക്കിയ പർവ്വതത്തിന്റെ മുകളിലേക്ക് ഇവർ കയറും, എന്നിട്ട് താഴേക്ക് ചാടും, എന്നിട്ട് മരണവേദന അനുഭവിക്കും. ഇവിടത്തേക്കാൾ വലിയ ക്ലേശവും ബുദ്ധിമുട്ടും അവിടെ അനുഭവിക്കും. ഇതിന് കാലവും പരിധി എത്രേ? നബി പറയാണ്, ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഖാലിദൻ എന്ന് പറഞ്ഞാൽ മതി, ശാശ്വതമായി എന്തെന്നർത്ഥം വരും. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ഈ അവസ്ഥയിൽ കാലാകാലവും എന്നും എപ്പോഴും ആയിരിക്കും. ഒരു കെട്ടിടത്തിന്റെ മുകളിൽ കയറി നിന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ച ഒരു പെൺകുട്ടി താഴേക്ക് നോക്കിയപ്പോ, അല്ലാ ദൈവമേ എന്ന് വിളിച്ചാലും ഇപ്പൊ അങ്ങോട്ട് താഴെ എത്തുവോളല്ലേ ഉള്ളു ബുദ്ധിമുട്ട്, താഴെ എത്തിയാ കഴിഞ്ഞല്ലോ എന്നാ വിചാരിക്കുന്നത്, കഴിഞ്ഞിട്ടില്ല. ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. നരകത്തിൽ അതേ അവസ്ഥ അല്ലാഹു ശാശ്വതമായി എക്കാലത്തേക്കും ഒരുക്കി വെച്ചിരിക്കുകയാണ്. ഇതിന്റെ ഗൗരവം സ്വഹീഹുൽ ബുഖാരി സ്വഹീഹ് മുസ്ലിം. തുടർന്ന് മുസ്തഫായ നബി തങ്ങൾ പഠിപ്പിക്കുന്നു, വമൻ തഹസ്സാ സുമ്മൻ, ആരെങ്കിലും ഫുരുടാൻ കഴിച്ചാൽ, വിഷം കഴിച്ച് മരിച്ചാൽ, വമൻ തഹസ്സാ സുമ്മൻ, വിഷം കഴിച്ചാരെങ്കിലും മരിച്ചാൽ, ഫഖതല നഫ്സഹു, അങ്ങനെ ആത്മഹത്യ ചെയ്താൽ, ഫസുമ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. അവൻ നരകത്തിലേക്ക് വരുന്നത് വിഷക്കുപ്പിയുമായിട്ടായിരിക്കും. ഫസുമ്മുഹു ഫീ യദിഹി, ആ ഏത് വിഷാണോ കഴിച്ചത് ഇതൊക്കെ അവിടെ കിട്ടുകയെ, ആ വിഷക്കുപ്പിയുമായിട്ടായിരിക്കും അവൻ നരകത്തിൽ വരുന്നത്. യതഹസ്സാഹു ഫീ നാരി ജഹന്നം, എന്നിട്ട് ആ വിഷക്കുപ്പിയിൽ നിന്ന് അവൻ പാനം ചെയ്യും. കഴിയുന്നതിനനുസരിച്ച് ആ കുപ്പിയിൽ നിറക്കപ്പെടും. എന്നിട്ട് അതിന്റെ വേദനയും ക്ലേശവും അനുഭവിച്ചു കൊണ്ടിരിക്കും. എത്ര കാലം? ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. വമൻ ഖതല നഫ്സഹു ബിഹദീദത്തിൻ, ഇരുമ്പിന്റെ ഒരു ആയുധം കൊണ്ടാരെങ്കിലും സ്വന്തത്തെ ഹനിച്ചാൽ, ആത്മഹത്യ ചെയ്താൽ, ഫഹദീദത്തുഹു ഫീ യദിഹി, നരകത്തിലേക്ക് ആ മനുഷ്യൻ വരുന്നത് ആ ആയുധം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരിക്കും. എന്നിട്ട് ആ ആയുധം യജഉ ബിഹാ ഫീ ബത്നിഹി ഫീ നാരി ജഹന്നം ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദാ. ആ ഇരുമ്പ് കൊണ്ടവൻ നരകത്തിൽ വന്നിട്ട് അതുകൊണ്ടവന്റെ വയറും നെഞ്ചും കുത്തിക്കീറും.
ഇതെന്നും അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നാം സ്നേഹിക്കുന്ന കൂട്ടുകാരെയും ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്ര ഹദീസ് കാണാം. ഇതൊക്കെ ഈ നബി തങ്ങൾ വെറുതെ പറഞ്ഞതല്ലല്ലോ, നമ്മളൊക്കെ കേൾക്കാനും പഠിക്കാനും ജീവിതത്തിൽ നിരാശ പൂണ്ടവരെ ഉണർത്താനും വേണ്ടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസ് കേട്ടോളൂ. വല്ലദീ യഖ്നുഖു നഫ്സഹു യഖ്നുഖുഹാ ഫീ നാരി ജഹന്നം. വല്ലദീ യഖ്നുഖു നഫ്സഹു, ഒരാൾ കഴുത്തിൽ കുരുക്കിട്ടാൽ, അങ്ങനെ മരിച്ചു, തൂങ്ങി മരിച്ചാൽ, കഴുത്തിൽ കയറിട്ട് കുരുക്കിക്കൊണ്ടൊരാൾ മരിച്ചാൽ, യഖ്നുഖുഹാ ഫീ നാരി ജഹന്നം, നരകത്തിൽ അയാൾക്ക് അല്ലാഹു ഒരുക്കി വെച്ചത് കൊലക്കയറാണ്. കയറി ചെല്ലുമ്പോഴത്തൊക്കെ തന്നെ കാണാം, അങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ടാവും, തൂങ്ങാം, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തൂങ്ങാം. വല്ലദീ യതുഉനു നഫ്സഹു യതുഉനുഹാ ഫിന്നാർ, എന്തെങ്കിലും ആയുധം കൊണ്ട് സ്വന്തത്തെ കുത്തി പരിക്കേൽപ്പിച്ച് മരിച്ചാൽ അത് തന്നെയായിരിക്കും അല്ലാഹു നരകത്തിൽ അയാൾക്ക് നൽകുന്ന ശിക്ഷ. സഹീഹുൽ ബുഖാരി. പ്രിയപ്പെട്ടവരെ, ഏത് ക്ലേശത്തിലാണെങ്കിലും, ഏത് വേദന ഉണ്ടെങ്കിലും, ഏത് സഹിക്കാൻ പറ്റാത്ത രോഗം വന്നാലും അരുത് എന്ന സന്ദേശമാണ് നബി തങ്ങൾ നൽകിയത്. സഹീഹുൽ ബുഖാരിയിൽ ഹദീസുൽ അംബിയാ എന്ന് പറയുന്ന അധ്യായത്തിലെ ഹദീസ് കാണാം. നബിമാരുടെ ചരിത്രം, മുൻകാലക്കാരുടെ ചരിത്രം. ആ ചരിത്രം സമാഹരിച്ച ഭാഗത്ത് ഒരു ഹദീസ് ഉദ്ധരിച്ചിരിക്കുന്നു ഇമാം ബുഖാരി. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നു, കാന ഫീമൻ കാന ഖബ്ലകും റജുലുൻ ബിഹി ജുറുഹുൻ, നിങ്ങളുടെ പൂർവീകരിൽ ഒരാളുണ്ടായിരുന്നു, പഴയ കാലത്ത് പണ്ടൊരു മനുഷ്യൻ ജീവിച്ചിരുന്നു. സഹാബത്തിനോട് പറഞ്ഞു കൊടുക്കുക കഥ. കാന ഫീമൻ കാന ഖബ്ലകും റജുലുൻ, ഒരാൾ പണ്ട് ജീവിച്ചിരുന്നു, ബിഹി ജുറുഹുൻ, അയാളുടെ ശരീരത്തിൽ മാരകമായ മുറിവേറ്റിരുന്നു. ചെറിയ മുറിവ് പറ്റിയാൽ തന്നെ എന്ത് വേദന ഉണ്ടാവുമല്ലേ? ഒരു സൂചി കുത്തുമ്പോഴേക്ക് വേദന ഉണ്ടല്ലോ. ചെറിയ മുറിവ് പറ്റിയാൽ എത്ര വേദന. മാരകമായ മുറിവ് പറ്റിയ ആ മനുഷ്യന്. അങ്ങനെ മുറിവിന്റെ വേദന കൊണ്ട് സഹിക്കാൻ പറ്റാതെ ആ മനുഷ്യൻ കിടന്നു പിടഞ്ഞു. മാരകമായ മുറിവ് പറ്റിയിട്ട് വേദന സഹിക്കാൻ പറ്റാതെ മുൻകാലത്ത് കഴിഞ്ഞുപോയ ആ മനുഷ്യൻ കിടന്നു പിടഞ്ഞു. സഹിക്കാൻ പറ്റാതെ ആയപ്പോ അദ്ദേഹം ചെയ്ത പണി എന്താ അറിയോ? വീട്ടിലുള്ള ഒരു കത്തിയങ്ങെടുത്തു. ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ കൈ അങ്ങ് മുറിച്ചു. രക്തം നിന്നില്ല, രക്തം വാർന്നൊഴുകി. ആ മനുഷ്യൻ അങ്ങനെ തന്നെ മരിച്ചുപോയി. രക്തം ഒലിച്ച് മുഴുവൻ തീർന്നിട്ട് ആ മനുഷ്യൻ മരിച്ചു. ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? സഹാബത്തിന്റെ മുഖത്ത് നോക്കി വിവരിച്ചു കൊടുക്കുക. തുടർന്ന് ഈ വിഷയത്തെ കുറിച്ച് അല്ലാഹ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് കേൾക്കണോ സഹാബത്തെ? ഇങ്ങനൊരു സംഭവം ഉണ്ടായി പണ്ട്. ആ സംഭവത്തെ കുറിച്ച് അല്ലാഹ് പറഞ്ഞത് എന്താ അറിയോ? ഫഖാലല്ലാഹു തആല ബാദറനി അബ്ദി ബിനഫ്സിഹി ഫഹറംതു അലൈഹിൽ ജന്ന. അല്ലാഹ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് എന്താന്ന് കേൾക്കണോ നിങ്ങൾക്ക്? ഇതെന്തിനാ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്? വല്ലാത്ത സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടെങ്കിൽ ഡോക്ടറെ ഇങ്ങോട്ട് കുത്തി വെച്ചോ, മറ്റേ സാധനം ഇനി ജീവിക്കണ്ടെന്ന് പറയണ്ടെന്ന് വിചാരിച്ച്. ഇതിലൊക്കെ നമുക്ക് പാടാണ്. സ്വഹാബത്തിനോട് പറഞ്ഞു, അല്ലാഹ് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞത് ബാദറനി അബ്ദി ബിനഫ്സിഹി, എന്റെ അടിമ എന്റെ തീരുമാനത്തിന് കാത്തു നിൽക്കാതെ അവൻ ധൃതി കാണിച്ചു, അവൻ തിരക്ക് കാണിച്ചു. ഞാൻ അവനിലേക്ക് മലക്കുൽ മൗത്തിനെ അയക്കും മുമ്പ് അവൻ മലക്കുൽ മൗത്തിനെ വിളിച്ചു വരുത്തി. അതുകൊണ്ട് തന്നെ ഫഹറംതു അലൈഹിൽ ജന്ന, സ്വർഗം ഞാൻ അവന് ഹറാമാക്കിയിരിക്കുന്നു, വിലക്കിയിരിക്കുന്നു. സഹീഹുൽ ബുഖാരി. എത്ര വേദന സഹിച്ചിട്ടാണ് ആ മനുഷ്യൻ അങ്ങനെ ചെയ്തത്? എന്നാലും സ്വർഗമില്ല, അല്ലാഹ് ഹറാമാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് തന്നെ ഉണ്ടായൊരു സംഭവം. സഹാബത്തിനോടുകൂടെ ഒരു ചെറുപ്പക്കാരൻ യുദ്ധം ചെയ്യുന്നു. മുസ്ലിമീങ്ങളുടെ ഗ്രൂപ്പിൽ, മുസ്ലിമീങ്ങളുടെ സംഘത്തിൽ ഒരു ചെറുപ്പക്കാരൻ സത്യവിശ്വാസികളോടൊപ്പം രണാങ്കണത്തിൽ അദ്ദേഹം തന്റെ യുദ്ധപാടവം തെളിയിച്ചിരിക്കുന്നു. രണശൂരൻ. ഒരുപാട് സത്യനിഷേധികളുടെ തലയറുത്ത ആ മനുഷ്യൻ മുന്നേറി സത്യത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി വീറോടെ, ശക്തിയോടെ, കരുത്തോടെ, ആത്മാഭിമാനത്തോടെ ആ മനുഷ്യൻ സമരമുഖത്തേർപ്പെട്ടു. സഹാബത്തൊക്കെ അത്ഭുതപ്പെട്ടു.
നബിയെ, അള്ള കനിഞ്ഞു തന്നൊരു മുതല് ആ ചെറുപ്പക്കാരൻ കണ്ടോ? എന്ത് യുദ്ധ അയാൾ ചെയ്യുന്നത്, എത്ര വലിയ തന്ത്രശാലിയാണ് അയാള്. കണ്ടോ ഈ സൈന്യത്തിന്, ഈ സത്യത്തിന്റെ വക്താക്കൾക്ക് ആ മനുഷ്യനിലൂടെ അള്ളാഹു കരുത്ത് തന്നിരിക്കുന്നു നബിയെ. ആ ചെറുപ്പക്കാരനിലേക്ക് നോക്കൂ നബിയെ എന്ന് സഹാബത്ത് പോലും പ്രശംസിച്ചു. ഈ ചെറുപ്പക്കാരൻ സഹാബത്തിന്റെ കൂട്ടത്തിൽ യുദ്ധം ചെയ്ത് മുന്നേറി ശത്രുവിന്റെ വാള അല്ല, അദ്ദേഹത്തിനൊരു മാരകമായ വെട്ടേറ്റു. ആ വെട്ടുകൊണ്ട് ആ മനുഷ്യൻ രക്തസാക്ഷിയായില്ല, വേദന കൊണ്ട് പിടഞ്ഞു. വേദന സഹിക്കാനാവാതെ ആ മനുഷ്യൻ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധത്തിൽ തന്നെ ശരീരം അമർത്തിക്കൊണ്ട് ആത്മഹത്യ ചെയ്തു. ആര്? ഇപ്പൊ യുദ്ധത്തിനൊക്കെ പോകണമെങ്കിൽ നമ്മളെ ഈമാനൊന്നും പോരല്ലോ അല്ലേ? നമുക്കുള്ള ഈമാൻ കൊണ്ട് ഇപ്പൊ യുദ്ധത്തിന് പോകാൻ പറ്റുമോ? നമ്മൾ ഇറങ്ങിയിട്ട് ഓടിയോടുത്ത് പുല്ലൊന്നും മുളക്കൂല തനിക്കാലം. അപ്പൊ യുദ്ധത്തിനൊക്കെ പോകാൻ മാത്രം ഈമാനുള്ളൊരു മനുഷ്യൻ അല്ലേ? വേദന സഹിക്കാൻ പറ്റാതെയായപ്പോ അദ്ദേഹത്തിന്റെ കയ്യിൽ ശത്രുക്കളോട് മല്ലടിക്കാൻ, ഏറ്റുമുട്ടാൻ അദ്ദേഹം ഉപയോഗിച്ച ആ വാള് ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി ധാരാളം ആളുകളെ വകവരുത്തിയ വാള്, ആ വാള് കൊണ്ട് തന്നെ ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുന്നു. എന്താ സംഭവിച്ചത്? അദ്ദേഹം അതുകൊണ്ട് ആത്മഹത്യ ചെയ്ത സമയത്ത് നബി തങ്ങൾ പറഞ്ഞു, ആ ചെറുപ്പക്കാരൻ വഴി പിഴച്ചുപോയി, നരകാവകാശിയായി, ശാശ്വതമായി നരകത്തിന്റെ അവകാശിയായി മാറി. ഈ മനുഷ്യന് വേണ്ടി നടത്തപ്പെട്ട ജനാസ നമസ്കാരത്തിൽ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പങ്കെടുത്തില്ല. അപ്പൊ ദീനുള്ള പാഠം എന്താ അറിയോ? ആത്മഹത്യ ചെയ്തിട്ടുള്ള ആ ബോഡി പള്ളിക്ക് കൊണ്ടുവന്ന മൂല്യർക്ക് വേണമെങ്കിൽ ഇറങ്ങി ഓടാൻ. കാരണം അതിനൊന്ന് നിസ്കരിച്ചും പ്രാർത്ഥിച്ചിട്ടോ പ്രോത്സാഹനം നൽകണ്ട എന്നുള്ള അർത്ഥത്തിൽ. എന്നാൽ ഇസ്ലാമെന്ന് പുറത്തു പോയി എന്ന് നമുക്ക് വിധിക്കാൻ പറ്റൂലല്ലോ ഈ ആള്. കാരണം ചിലപ്പോ ബുദ്ധിയുടെ സമനില തെറ്റി വല്ല മാനസിക രോഗിയാണെങ്കിലോ മുസ്ലിമാവും. അപ്പൊ നിൽക്കാരെ ഒഴിവാകാൻ പാടില്ല. അതുകൊണ്ട് നാട്ടിലുള്ള ആളുകൾ ആ ഫർളിക്കിപ്പ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ആ ചടങ്ങ് ചെയ്തോട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മനുഷ്യന് വേണ്ടി, ചെറുപ്പക്കാരന് വേണ്ടി നടത്തപ്പെട്ട ജനാസ നമസ്കാരത്തിൽ പങ്കെടുത്തില്ല. ഈ ഹദീസ് വിശദീകരിച്ച് മുഫസ്സിറുകൾ, ഹദീസ് വ്യാഖ്യാനിക്കുന്ന പണ്ഡിതന്മാർ, ഇമാമുമാർ പറഞ്ഞു, ഇത്തരം മയ്യത്തിന്റെ മേൽ ആലിമീങ്ങളും വലിയ ആളുകളൊന്നും എന്താവരുത്, നിസ്കരിക്കരുത്. എന്താപ്പോ ഇസ്തിഗ്ഫാർ നടത്തി എന്താപ്പോ കുഴപ്പം? അതിനിപ്പോ എന്താ വിരോധം? ഏതായാലും എത്ര വലിയ പിഴവുണ്ടെങ്കിലും അല്ലാഹുവേ അയാൾക്ക് പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞപ്പോ എന്താ കുഴപ്പം? കുഴപ്പമുണ്ട്. അതിന് ഒരു നിൽക്കും പ്രോത്സാഹനം നൽകാൻ പാടില്ല എന്നതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ പങ്കെടുക്കാതിരുന്നത്. ആയതിനാൽ ക്ഷണികമായ ഈ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് രക്ഷപ്പെടാൻ, ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്നവർ അറിയുക, അത് ശാശ്വതമായ നാശത്തിലും കഠിനമായ നരകശിക്ഷയിലുമാണ് നമ്മെ വീഴ്ത്തുക. ഈ ബോധം പ്രത്യേകിച്ച് നമ്മുടെ കുടുംബങ്ങളിലെ ചെറുപ്പക്കാർക്കും സഹോദരിമാർക്കും ഉണ്ടായി കിട്ടുക തന്നെ വേണം. ഈ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചു, നൈമിഷികമായ ചുരുങ്ങിയ ജീവിതത്തിലെ എത്ര വലിയ ബുദ്ധിമുട്ടാണെങ്കിലും അതിനൊരു പരിധിയുണ്ട്, അതിനൊരു സമയമുണ്ട്. അത് നീണ്ടു നിൽക്കൂലല്ലോ കൂട്ടുകാരെ, നീണ്ടു നിൽക്കൂല. അതുകൊണ്ട് തന്നെ ക്ഷണികമായ ബുദ്ധിമുട്ട് സഹിക്കാൻ പറ്റാതെ സുഖത്തിന് വേണ്ടി ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയാൽ അത് സർവത്ര നാശമായിരിക്കും, എന്നേക്കുമുള്ള തകർച്ചയായിരിക്കും. മറ്റേത് തെറ്റിനും പശ്ചാത്തപിക്കാൻ, തൗബ ചെയ്യാൻ, പാപമോചന പ്രാർത്ഥന നടത്താൻ, പ്രായശ്ചിത്തങ്ങൾ ചെയ്യാൻ അവസരവും സമയമുണ്ട് അല്ലേ? വ്യഭിചരിച്ചാലും എന്ത് തമ്മാടിത്തരങ്ങൾ ചെയ്താലും നന്നാകാൻ അവസരമുണ്ട്. എന്നാൽ ആത്മഹത്യയിലൂടെ മരണം വരിക്കുന്ന ആളുകൾക്ക് ഇതിനൊന്നും അവസരവും സമയവും ഇല്ലാതെ അവർ നരകാവകാശികളായി മാറുകയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, നിങ്ങൾ സ്വന്തം മരിക്കരുത് എന്ന് മാത്രമല്ല, നിങ്ങൾ മരണത്തെ കൊതിച്ച് പ്രാർത്ഥിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞു. എന്നിട്ടല്ലേ ആത്മഹത്യ. അങ്ങനെ ധാരാളം ആളുകൾ പറയും. ഇവിടെ തന്നെ ഒരു സഹോദരി, ഒരു വൃദ്ധയായ ഉമ്മ ദുആ ചെയ്യണം എന്നോട് ദുആ വസിയത്താക്കിയിട്ട് പറഞ്ഞു, ഉസ്താദേ എത്ര ട്രീറ്റ്മെന്റ് ചെയ്തിട്ടും എത്ര മരുന്ന് കഴിച്ചിട്ടും ഈ വേദനക്കും പൊറുതികേടിനും ഒരു സുഖമില്ല. പടച്ചോനെ ഈ ജീവനങ്ങോട്ട് എടുത്തുകൂടെ? എന്റെ മുന്നിൽ വെച്ചിട്ട് ഈ നാട്ടുകാരിയായ ഒരു വൃദ്ധ സഹോദരി പറഞ്ഞു. അവർ മരിച്ചുപോയി. അള്ളാഹു അവരുടെയും നമ്മുടെ മരിച്ചുപോയ എല്ലാവരുടെയും ഖബറുകളെ സ്വർഗപ്പൂന്തോപ്പാക്കി മാറ്റി കൊടുക്കുമാറാകട്ടെ. അപ്പൊ എന്താ പറഞ്ഞത്? പടച്ചോനെ എന്റെ ജീവൻ അങ്ങോട്ട് എടുത്തുകൂടെ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലല്ലോ.
ഇത് നിന്നയാണ്, വിധിയെ നിന്ദിക്കലാണ്, ഈമാനിന്റെ അഭാവമാണ്. വാസ്തവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയകമായും ധാരാളം ഗുണപാഠം നമുക്ക് തന്നു. ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ച ഹദീസിലുണ്ടല്ലോ, ലാ യതമന്നയന്ന അഹദുകുമുൽ മൗത ലിദുർരിൻ നസാബഹു. ഒരു ക്ലേശം, ഒരു വിപത്തുണ്ടായ കാരണത്താൽ നിങ്ങളാരും മരണം കൊതിക്കരുത്. ആ ക്ലേശം ശാരീരിക രോഗമാകട്ടെ, സാമ്പത്തിക തകർച്ചയാകട്ടെ, അഭിമാന പ്രശ്നമാകട്ടെ, കുടുംബ പ്രശ്നമാകട്ടെ, ലിദുർരിൻ അസാബഹു, നിങ്ങൾക്കെത്തിയ വിപത്ത് കാരണത്താൽ മരണം കൊതിക്കരുത്. കൂടാതെ കഴിയില്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്നതിന്റെ മാക്സിമം വേർഡ് എത്ര പറ്റുന്നറിയോ? മാക്സിമം നിങ്ങൾ പറയുകയാണെങ്കിൽ ഇത്ര നിങ്ങൾക്ക് പറയാം. എത്ര? അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാതു ഖൈറൻ ലി വതവഫനി ഇദാ കാനത്തിൽ വഫാതു ഖൈറൻ ലി. പടച്ചവനെ, ജീവിതം എനിക്ക് ഗുണകരമാണെങ്കിൽ എന്നെ ജീവിപ്പിക്ക്, മരണമാണ് എനിക്ക് നല്ലതെങ്കിൽ മരിപ്പിക്ക്. ഇതന്നെ എപ്പോഴും പ്രാർത്ഥിക്കാൻ പാടില്ല, എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പാടില്ല. ഇത് നിവൃത്തിയില്ലെങ്കിലും, ഒരു നിവൃത്തിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പ്രാർത്ഥിക്കാം. മുത്തഫഖുൻ അലൈഹി. ഇമാം ബുഖാരി ഉദ്ധരിച്ച മറ്റൊരു ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്ന അഹദുകുമുൽ മൗത. ആരും മരണം കൊതിക്കണ്ടട്ടോ, ആരും മരണം കൊതിക്കണ്ട. കാരണം എന്തേ? ഇമ്മാ മുഹ്സിന, ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും. അപ്പൊ മരിക്കണ നേരത്തെ ഒന്നുകിൽ നിങ്ങൾ നല്ലവരായിരിക്കും. ഫലഅല്ലഹു യസ്ദാദു. എന്തിനാ മരിക്കുന്നത്? നന്മ അങ്ങോട്ട് വർദ്ധിക്കട്ടെ. ആ തുടർന്നുള്ള ജീവിതം നന്മ വർദ്ധിക്കാൻ കാരണമാകില്ലേ? നന്മകൾ ധാരാളം ഉണ്ടാക്കാൻ അവസരല്ലേ അത്? അതുകൊണ്ട് നല്ലവരാണെങ്കിലും നന്മ ഇനിയും കൂട്ടാം. അല്ലെങ്കിൽ നിങ്ങൾ മോശക്കാരായിരിക്കാം, തിന്മയുടെ വക്താക്കളായിരിക്കാം. നിങ്ങൾക്ക് തൗബ ചെയ്ത് മടങ്ങിക്കൂടെ? ആ ചാൻസിൽ നിങ്ങൾ മോശക്കാരാണെങ്കിൽ നിങ്ങൾക്ക് മടങ്ങാനും നന്നാകാനുള്ള അവസരല്ലേ ജീവിതം? അപ്പൊ നല്ലവരാണെങ്കിലും ചീത്ത ആളുകളാണെങ്കിലും കൊതിക്കണ്ട, രണ്ടാണെങ്കിലും ഗുണാണ്. സഹീഹുൽ ബുഖാരി. ഇമാം മുസ്ലിം ഉദ്ധരിച്ചൊരു ഹദീസിൽ ഇപ്രകാരം കാണാം, ഇത്ര വിശദീകരണം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യതമന്ന അഹദുകുമുൽ മൗത. നിങ്ങളിൽ ആരും തന്നെ മരണം കൊതിക്കരുത്. വലാ യദ്ഉ ബിഹി മിൻ ഖബ്ലി അൻ യഅതിയഹു. ആ മരണം നിങ്ങളിലേക്ക് എത്തും മുമ്പ് അതിനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കരുത്. പടച്ചോനെ ഒന്ന് മരിപ്പിക്കുക, നിങ്ങൾ ദുആ ചെയ്യരുത്. കാരണം ഇന്നഹു ഇദാ മാത ഇൻഖത അമലുഹു. മരിച്ചു പോയാൽ അമല് മുറിഞ്ഞല്ലോ, പിന്നെ ഒന്നും ചെയ്യാനില്ലല്ലോ, ഒരു ചാൻസും പിന്നെ ഇല്ലല്ലോ. വഇന്നഹു ലാ യസീദുൽ മുഅ്മിന ഉംറുഹു ഇല്ലാ ഖൈറാ. മുഅ്മിനിന് അവന്റെ ആയുസ്, അവന്റെ സമയം, അവന്റെ ഭാവി ഖൈർ മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങളെ, നിങ്ങളത് കൊതിക്കരുത്. നിങ്ങൾക്ക് ജീവിതം ഖൈർ തന്നെയാണ്. ഖൈസ് ബിൻ അബീ ഹാസിം റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹുവിന്റെ അടുത്തേക്ക് പോയി. സഹാബത്തിന്റെ കാലത്തുണ്ടായ ഒരു സംഭവം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്നു. ഖബ്ബാബ് ബിൻ അറത്ത് റളിയല്ലാഹു അൻഹു രോഗബാധിതനാണെന്ന് ഞങ്ങൾ കേട്ടു. അപ്പൊ ഞങ്ങളുടെ കൂട്ടത്തിലെ ഇൽമും വറഅക്കുള്ള ഒരു സഹാബിയാണ് ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ ഒന്ന് കണ്ടു കളയാം, അദ്ദേഹത്തെ ഒന്ന് സന്ദർശിക്കാം, അത് വലിയ പുണ്യമുള്ള കാര്യമാണല്ലോ എന്ന് വിചാരിച്ച് ഖൈസ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളൊരു സംഘം ആളുകൾ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലെത്തി. വഖദിക്തവാ സബ്അ കയ്യാത്തിൻ. 7 തവണ ചൂട് വെച്ചിരുന്നു. അന്നത്തെ ഒരു ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു റേഡിയേഷൻ സിസ്റ്റമാണ് ചൂട് വെക്കൽ. 7 തവണ ചെയ്തിട്ട് രോഗം മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുകയാണ് ആ മഹാനായ സഹാബി. ഖൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിന്റെ ഖബ്ബാബിന്റെ വീട്ടിലെത്തിയപ്പോ അദ്ദേഹം പറഞ്ഞു, ഇന്നല്ലദീന മലൗ ഇന്ന അസ്ഹാബനല്ലദീന സലഫു ഖദ് മലൗ. ചങ്ങായിമാരെ, കണ്ടില്ലേ നിങ്ങൾ എന്റെ രോഗം? നമ്മളെ മുൻഗാമികളൊക്കെ മരിച്ചുപോയി. വലം തങ്കുസുഹുമുദ് ദുനിയ. അവർക്ക് ദുനിയാവ് കൊണ്ടൊരു നഷ്ടം വന്നില്ല. അവർക്ക് ദുനിയാവ് ആവശ്യത്തിനൊക്കെ അള്ളാഹ് കൊടുത്തു. ദുനിയാവ് കൊണ്ടൊരു നാശനഷ്ടവും ദീനിയായിട്ട് അവർക്ക് വന്നില്ല. ലൗല അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ നഹാന അൻ നദഉ ബിൽ മൗതി ലദഅഉതു ബിഹി. നബി മരണ കൊതിച്ച് പ്രാർത്ഥിക്കുന്നത് വിലക്കിയില്ലായിരുന്നെങ്കിൽ ലദഅഉതു ബിഹി, ഞാൻ ഇപ്പൊ മരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. എന്റെ അവസ്ഥ അതാണ്. നബി വിലക്കിയല്ലോ. നബി വിലക്കിയിട്ടില്ലെങ്കിൽ ലദഅഉതു ബിഹി, മരണം കൊണ്ട് ഞാൻ ഇപ്പൊ പ്രാർത്ഥിക്കും, പടച്ചോനെ മരിപ്പിക്കുന്ന ദുആ ചെയ്യും. പക്ഷെ നബി അവിടെ വിലക്കിയതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യണില്ല. അപ്പൊ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
ഖൈസർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളൊക്കെ അദ്ദേഹത്തെ കണ്ടു സന്തോഷത്തോടെ പിരിഞ്ഞു പോന്നു. പിന്നൊരു ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് യാദൃശ്ചികമായി ചെന്നെത്തിയപ്പോ വഹുവ യബ്നി ഹാഇതൻ ലഹു, ബുഖാരി ഉദ്ധരിക്കുന്നു, വഹുവ യബ്നി ഹാഇതൻ ലഹു. ഈ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു 7 തവണ ചൂട് വെച്ചിട്ടും മാറാത്ത രോഗം കൊണ്ട് ക്ലേശിച്ച ആള് മരണം കൊതിച്ച് പ്രാർത്ഥിക്കുന്നതിൽ നിന്ന് മാറിയത് നബിയുടെ നിർദ്ദേശം കൊണ്ട് മാത്രം മാറി നിന്ന ആ സ്വഹാബി വഹുവ യബ്നി ഹാഇതൻ ലഹു, അദ്ദേഹത്തിന്റെ വീടിന്റെ മതിൽക്കെട്ട് ഇങ്ങനെ പടുത്തുയർത്തുന്നു ആരോഗ്യവാനായിട്ട്. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ പറഞ്ഞു, മുഅ്മിനീങ്ങൾക്ക് എല്ലാം ഗുണ, അവര് ചിലവഴിക്കുന്ന പണത്തിനും സ്വതക്കയുടെ കൂലി കിട്ടും. ഏതിലൊഴികെ ഈ മണ്ണിൽ അവർ ചിലവഴിക്കുന്ന കാര്യത്തിലൊഴികെ. ഈ മണ്ണിൽ ചിലവഴിക്കുക എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ കെട്ടിടം ഉണ്ടാക്കി വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമുണ്ടല്ലോ, അത് അവൻ ആവശ്യമുണ്ട്, അവന്റെ ആവശ്യത്തിന്റെ അളവിനനുസരിച്ചാണെങ്കിൽ അത് അനുവദനീയാവുള്ളൂ. ഇസ്രാഫിന്റെ പരിധിയിൽ പെട്ടില്ലെങ്കിലും പുണ്യമാകണമെങ്കിൽ താൽക്കാലികം മഴയും വെയിലും കൊള്ളാതെ കിടന്നുറങ്ങാനും വിശ്രമിക്കാനുമുള്ള സൗകര്യത്തിനുള്ളൊരു വീട്. അല്ലാതെ ഈ മണ്ണിൽ കളിച്ചാൽ അന്ന കൂലി തരൂല, അല്ലാത്തതിനൊക്കെ കൂലി തരും. അൽഹംദുലില്ലാഹ് എന്റെ ആരോഗ്യം തിരിച്ചു കിട്ടി. അപ്പൊ ആ മനുഷ്യന്മാർ, ആ സ്വഹാബി, വലിയ സ്വഹാബി റളിയല്ലാഹു അൻഹു, അദ്ദേഹം പ്രാർത്ഥിക്കാതെ നിന്നത് നബിയുടെ വിലക്കുണ്ടായിട്ട് പിന്നെ ആരോഗ്യവാനായിട്ട് ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടു. അപ്പോ ലോകത്തോട് ഞങ്ങൾക്ക് പറയാനുള്ള സന്ദേശം എന്ന് പറഞ്ഞ ആ സ്വഹാബി പറയുന്നത് എന്താ? എത്ര വലിയ വേദന ഉണ്ടെങ്കിലും, എത്ര വലിയ ക്ലേശം ഉണ്ടെങ്കിലും അല്ലാഹു എല്ലാം പരിഹരിച്ചു തരാൻ കരുത്തുള്ളവനാണ്, കുദറത്തുള്ളവനാണ്. അവനിൽ പ്രതീക്ഷയർപ്പിച്ച് കാത്തിരിക്കുക എന്നാണ് ഖുർആനും ഹദീസും ചരിത്രങ്ങളും മുൻഗാമികളുടെ ജീവിതവും ഒക്കെ നമുക്ക് നൽകുന്ന സന്ദേശം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ലോകത്ത് പരീക്ഷിക്കുകയാണെങ്കിൽ ആ പരീക്ഷണങ്ങളിൽ നിശ്ചയദാർഢ്യത്തോടെ, മനക്കരുത്തോടെ, ക്ഷമയോടെ പിടിച്ചു നിൽക്കാനുള്ള കരുത്ത് നമുക്കെല്ലാവർക്കും അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ കുടുംബങ്ങൾക്ക് അല്ലാഹു ദീനിന്റെ വെളിച്ചം അവരുടെ മനസ്സുകളിൽ പ്രഭ പരത്തുന്ന അവസ്ഥയുണ്ടാക്കി കൊടുക്കട്ടെ. നമ്മുടെ സഹോദരിമാരുടെ ബുദ്ധിപരമായ ബലഹീനത, ബുദ്ധിക്കുറവ്, അത് അല്ലാഹു ഖുർആൻ കൊണ്ട് പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് വേറൊരു വിഷയം സംസാരിക്കാം. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.